ദൈവസന്നിധിയിൽ നമ്മുടെ തലകളെ വണക്കി നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ഒരാഴ്ചയല്ല, ഒരു മാസമല്ല, കഴിഞ്ഞ 365 ദിവസം അത്ഭുതകരമായി, അതിശയകരമായി ഈ പട്ടണത്തിന് നടുവിൽ സ്വർഗത്തിലെ ദൈവം നമ്മെ അത്ഭുതകരമായി, അതിശയകരമായി പരിപാലിച്ച് നമ്മുടെ ജീവനും ഭക്തിക്കും ആവശ്യമായത് കരങ്ങളിൽ തന്ന നല്ല കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു പകൽ കൂടെ കർത്താവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാൻ കർത്താവ് നമ്മെ കൂട്ടിവരുത്തിയല്ലോ. നമ്മോടൊപ്പം ഈ വർഷത്തിൻ്റെ ആരംഭം വളരെ പ്രതീക്ഷയോടെ, വളരെ സ്വപ്നങ്ങളോടെ ആരംഭിച്ചവർ ഹല്ലേലൂയ ജീവിതയാത്രയിൽ പട്ടുപോയപ്പോൾ, ഹല്ലേലൂയ തങ്ങളുടെ ജീവിതം പാതി വഴിയിൽ ഉപേക്ഷിച്ചപ്പോൾ, ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ചോ ഹല്ലേലൂയ നമ്മെ അത്ഭുതകരമായി, അതിശയകരമായി ഈ വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ പരിപാലിച്ച ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. നന്ദിയോടെ 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 അത്ഭുതവാനായ, അതിശയവാനായ ദൈവത്തെ ഒരിക്കൽ കൂടെ സ്തുതിക്കുവാൻ, സ്തോത്രം ചെയ്യുവാൻ കർത്താവ് ഒരു അവസരം നൽകിയല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരുണാസമ്പന്നനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ലതും വിലപ്പെട്ടതുമായ പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു. ലോകരക്ഷകനും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനുമായ കർത്താവിൻ്റെ പാദപീഠത്തിങ്കൽ, നിന്റെ മക്കളാകുന്ന ഞങ്ങൾക്ക് ഒരുമിച്ച് അപ്പച്ചൻ്റെ പാദപീഠത്തിങ്കൽ അവിടുന്ന് ചെയ്തുപകാരങ്ങൾക്ക് അവിടുന്ന് നന്ദി കരേറ്റുവാനായി, കർത്താവ് അവിടുന്ന് വഴി നടത്തിയ വിധങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുവാനായി നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങളെ കൂട്ടിവരുത്തിയ മഹാകരുണയ്ക്കും ദയയ്ക്കുമായി സ്തോത്രം. സംഭവങ്ങളെ കൊണ്ട് നിറയപ്പെട്ടതായ ഒരു വർഷം ഞങ്ങളെ വിട്ട് കടന്നു പോകുന്നപ്പ ആരോഗ്യം തന്നു, ബലം തന്നു, ദൈവകൃപ തന്നു. ഹല്ലേലൂയ. രോഗങ്ങളുടെയും ആപത്തുകളുടെയും അനർത്ഥങ്ങളുടെയും പകർച്ചവ്യാധികളുടെ നടുവിൽ ഞങ്ങളെ ജയോത്സവമായി നടത്തിയ ദൈവത്തിന് ഇന്ന് പ്രഭാതത്തിൽ സ്തോത്രം ചെയ്യുന്നു. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുതെന്ന്. വലിയവനായ ദൈവത്തെ ഒരു പകൽ കൂടി ആരാധിക്കുവാൻ, സ്തോത്രം ചെയ്യുവാൻ അവിടുന്ന് തന്ന വലിയൊരു അവസരത്തിനായി സ്തോത്രം. കർത്താവേ, നിന്റെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ കടന്നു വരികയാണ്. പാടുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ, പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. അനുഗ്രഹീത സങ്കീർത്തനങ്ങൾ, പ്രബോധനങ്ങൾ, സാക്ഷിവചനങ്ങളോ ദൈവവചന ചിന്തകൾ തന്നോ ഇന്ന് പകലിലെ ആരാധന നമ്മുടെ ദൈവത്തിന് ഏറ്റവും സുഗ്രാഹ്യമായ യാഗമായി തീരുവാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ പ്രഭാതത്തിൽ നിന്റെ സന്നിധിയിൽ നീ കൂട്ടിവരുത്തിയിരിക്കുന്ന നിന്റെ വലിയൊരു ദാസന്മാർക്കായി, കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങൾക്ക് ഒരുമിച്ച് ഇന്ന് പകൽ ദൈവത്തെ ആരാധിക്കുവാൻ ആവശ്യമായ എല്ലാ ദൈവകൃപയും ഞങ്ങളുടെ മേൽ പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവും ദൈവമായുള്ളവേ, നിന്റെ ആണിപ്പഴുതുള്ള കരുത്തിൽ ഏൽപ്പിക്കുന്നു. വഴിയാത്രയിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയമുള്ളവരെല്ലാവരെയും സ്വർഗം സൂക്ഷിക്കുകയും വേഗത്തിൽ കൂട്ടിവരുത്തുകയും ചെയ്യണം. ഞങ്ങൾ അറിയാതെ ആരെങ്കിലും ശാരീരിക അസ്വസ്ഥതയിൽ ഭാരപ്പെടുന്നുവെങ്കിൽ, ആരാധനയ്ക്ക് കടന്നു വരുവാൻ കഴിയാത്ത സാഹചര്യത്തിലായിരിക്കുന്നെങ്കിൽ അവരെ വിടുവിക്കണം. വിശേഷാൽ സിസ്റ്റർ ശോഭയെ തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പൂർണ്ണ വിടുതൽ കർത്താവ് കൊടുത്തോ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഈ ശുശ്രൂഷയുടെ ആരംഭം മുതൽ അവസാനം വരെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ ഭരിച്ച് നടത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ആലയത്തിനകത്തോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യാപരിക്കണം. ഹല്ലേലൂയ. കുഞ്ഞുകുട്ടികൾ, ആബാലവൃദ്ധ ജനം ദൈവത്തെ ആരാധിക്കുവാൻ അവിടുന്ന് കൃപ ചെയ്താട്ടെ. കർത്താവേ, ഹല്ലേലൂയ. പുറത്ത് ദിവ്യദൂതന്മാരുടെ കാവലുണ്ടാകണമേ. ഞങ്ങളുടെ ഹല്ലേലൂയ ആരാധന അവിടത്തേക്ക് പ്രസാദകരമാകേണ്ടതിന് എല്ലാ ഹൃദയങ്ങളെയും ദിവസം ഏകാഗ്രതമാക്കുവാൻ എല്ലാവരെയും സ്വർഗം സഹായിക്കും. മഹത്വം കർത്താവ് എടുക്കും. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. ക്രിസ്തയേശുവിൻ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദയതോന്നി കേൾക്കണം ഞങ്ങൾ സ്വർഗീയ പിതാവേ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഒരുമിച്ച് ഈ വർഷത്തിൻ്റെ അവസാന ദിവസത്തിൽ കർത്താവ് ചെയ്ത ഉപകാരങ്ങൾക്ക് തക്കവണ്ണം നന്ദി കരേറ്റുവാൻ നമുക്കറിയാം. ഇനി ഈ വർഷം ഒന്നും ശേഷിക്കുന്നില്ല. ഹല്ലേലൂയ. ഈ പകലിൽ കർത്താവിനെ ആത്മാവിൽ ആരാധിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഓട്ട് കോയ. Praise the Lord. Praise you, Jesus. വാഴ്ത്തിടുക, സ്തുതിച്ചാർത്തിടുക, അവന്റെ നാമം ഉയർത്തിടുക. വാഴ്ത്തിടുക, സ്തുതിച്ചാർത്തിടുക, അവന്റെ നാമം ഉയർത്തിടുക. പച്ചപ്പുൽമേടുകളിൽ ദിനവും പാലിപ്പതോർത്താലെങ്ങനെ നാം, പച്ചപ്പുൽമേടുകളിൽ ദിനവും പാലിപ്പതോർത്ത
തന്തയെ ഒന്നായി ഘോഷിച്ചിടാം. പാലകനേശുവെ മറന്നിരിക്കും, തന്തയെ ഒന്നായി ഘോഷിച്ചിടാം. വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവന്റെ നാമമുയർത്തിയിടുക. വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവന്റെ നാമമുയർത്തിയിടുക. ഈശാനമൂലനടിച്ചുയർന്നു, പടകു തകർന്നെന്നു തോന്നിയപ്പോൾ. ഈശാനമൂലനടിച്ചുയർന്നു, പടകു തകർന്നെന്നു തോന്നിയപ്പോൾ. നൊടിയിൽ ജയം തന്ന രക്ഷകന്റെ പാലനമോർത്തു നാം സ്തുതിച്ചിടുക. നൊടിയിൽ ജയം തന്ന രക്ഷകന്റെ പാലനമോർത്തു നാം സ്തുതിച്ചിടുക. വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവന്റെ നാമമുയർത്തിയിടുക. വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവന്റെ നാമമുയർത്തിയിടുക. ഇങ്ങെന്ന ഭാരത ഞെരുങ്ങിയപ്പോൾ ഒന്നും ഭയപ്പെടേണ്ടെന്നുര ചെയ്തില്ലേ? എന്ന ഭാരത ഞെരുങ്ങിയപ്പോൾ ഒന്നും ഭയപ്പെടേണ്ടെന്നുര ചെയ്തില്ലേ? കാക്കയാൽ ഭക്തനെ പോറ്റിയ നാഥന്റെ സ്നേഹത്തെ ഓർത്തു നാം സ്തുതിച്ചിടുക. കാക്കയാൽ ഭക്തനെ പോറ്റിയ നാഥന്റെ സ്നേഹത്തെ ഓർത്തു നാം സ്തുതിച്ചിടുക. വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവന്റെ നാമമുയർത്തിയിടുക. വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവന്റെ നാമമുയർത്തിയിടുക. കഷ്ടത്തിൻ കോട്ടയിൽ അകപ്പെട്ടപ്പോൾ അപ്പുറം കടന്നിടാൻ പഴുതില്ലാതെ. കഷ്ടത്തിൻ കോട്ടയിൽ അകപ്പെട്ടപ്പോൾ അപ്പുറം കടന്നിടാൻ പഴുതില്ലാതെ. അകത്തും പുറത്തും പീഡനം വന്നപ്പോൾ രക്ഷിച്ച നാഥനെ സ്തുതിച്ചിടുക. അകത്തും പുറത്തും പീഡനം വന്നപ്പോൾ രക്ഷിച്ച നാഥനെ സ്തുതിച്ചിടുക. വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവന്റെ നാമമുയർത്തിയിടുക. വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവന്റെ നാമമുയർത്തിയിടുക. ഈശാനമൂലനടിച്ചുയർന്നു, പടകു തകർന്നെന്നു തോന്നിയപ്പോൾ. ഈശാനമൂലനടിച്ചുയർന്നു, പടകു തകർന്നെന്നു തോന്നിയപ്പോൾ. തുടിയിൽ ജയം തന്ന രക്ഷകന്റെ പാലനമോർത്തു നാം സ്തുതിച്ചിടുക. തുടിയിൽ ജയം തന്ന രക്ഷകന്റെ പാലനമോർത്തു നാം സ്തുതിച്ചിടുക. വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവന്റെ നാമമുയർത്തിയിടുക. വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവന്റെ നാമമുയർത്തിയിടുക. ഇന്നെന്ന ഭാരത ഞെരുങ്ങിയപ്പോൾ ഒന്നും ഭയപ്പെടേണ്ടെന്നുര ചെയ്തില്ലേ? ഇന്നെന്ന ഭാരത ഞെരുങ്ങിയപ്പോൾ ഒന്നും ഭയപ്പെടേണ്ടെന്നുര ചെയ്തില്ലേ? കാക്കയാൽ ഭക്തനെ പോറ്റിയ നാഥന്റെ സ്നേഹത്തെ ഓർത്തു നാം സ്തുതിച്ചിടുക. കാക്കയാൽ ഭക്തനെ പോറ്റിയ നാഥന്റെ സ്നേഹത്തെ ഓർത്തു നാം സ്തുതിച്ചിടുക. വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവന്റെ നാമമുയർത്തിയിടുക. വാഴ്ത്തി
അവന്റെ നാമം ഉയർത്തിയിടുക. കഷ്ടത്തിൻ കോട്ടയിൽ അകപ്പെട്ടപ്പോൾ അപ്പുറം കടന്നിടാൻ പഴുതില്ലാതെ. കഷ്ടത്തിൻ കോട്ടയിൽ അകപ്പെട്ടപ്പോൾ അപ്പുറം കടന്നിടാൻ പഴുതില്ലാതെ. അകത്തും പുറത്തും പീഡനം വന്നപ്പോൾ രക്ഷിച്ച നാഥനെ സ്തുതിച്ചിടുക. അകത്തും പുറത്തും പീഡനം വന്നപ്പോൾ രക്ഷിച്ച നാഥനെ സ്തുതിച്ചിടുക. വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക. അവന്റെ നാമം ഉയർത്തിയിടുക. വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക. അവന്റെ നാമം ഉയർത്തിയിടുക. പച്ചപ്പുൽമേടുകളിൽ നിലവോ പാലിപ്പതോർത്താലെങ്ങനെ നാം പച്ചപ്പുൽമേടുകളിൽ ദിനവോ പാലിപ്പതോർത്താലെങ്ങനെ നാം പലകരീശുവെ മറന്നിരിക്കൂ. തന്നെ ഒന്നായി ഘോഷിച്ചിടാം. പലകരീശുവെ മറന്നിരിക്കൂ. തന്നെ ഒന്നായി ഘോഷിച്ചിടാം. വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക. അവന്റെ നാമം ഉയർത്തിയിടുക. 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 Hallelujah, hallelujah, hallelujah. Hallelujah, hallelujah. Praise the Lord, 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 praise the Lord. ശ്രീയേശുനാമം അതിശയനാമം ഏഴേനിക്കുംബനാമം ചേർന്ന കരങ്ങളെ അടിച്ച് ഹല്ലേലൂയ ശ്രീയേശുനാമം അതിശയനാമം ഏഴേനിക്കുംബനാമം പാപപരിഹാരാർത്ഥം പാതകരെ തേടി പാരിടത്തിൽ വന്ന നാമം പാപപരിഹാരാർത്ഥം പാതകരെ തേടി പാരിടത്തിൽ വന്ന നാമം ഓ പാപമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടിത്തന്ന പാവനാമം പുണ്യനാമം. പാപമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടിത്തന്ന പാവനാമം പുണ്യനാമം. യേശുനാമം അതിശയനാമം ഏഴേനിക്കുംബനാമം. ഹല്ലേലൂയ യേശുനാമം അതിശയനാമം ഏഴേനിക്കുംബനാമം. എണ്ണമില്ല പാപം എന്നിൽ നിന്നും നീക്കാം എന്നിൽ കനിഞ്ഞ നാമം എണ്ണമില്ല പാപം എന്നിൽ നിന്നും നീക്കാം എന്നിൽ കനിഞ്ഞ നാമം അന്യനെന്ന വേലെടുത്തു എന്നേക്കുമായി വായിച്ചു
മായ്ച്ചു തന്ന ഉന്നതന്റെ വന്ധ്യനാമം. അന്യനെന്ന വേലെടുത്തു എന്നേക്കുമായി മായ്ച്ചു തന്ന ഉന്നതന്റെ വന്ധ്യനാമം. ശ്രീയേശുനാമം അതിശയനാമം ഏഴേനിക്കുംബനാമം. ശ്രീയേശുനാമം അതിശയനാമം ഏഴേനിക്കുംബനാമം. വാനം ഭൂമിയേവം പാതാളമൊരു പോൽ വാഴ്ത്തി വണങ്ങും നാമം. വാനം ഭൂമിയേവം പാതാളമൊരു പോൽ വാഴ്ത്തി വണങ്ങും നാമം. വാനിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരത്തെയും ആയുധം വെപ്പിച്ച നാമം. വാനിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരത്തെയും ആയുധം വെപ്പിച്ച നാമം. ശ്രീയേശുനാമം അതിശയനാമം ഏഴേനിക്കുംബനാമം. ശ്രീയേശുനാമം അതിശയനാമം ഏഴേനിക്കുംബനാമം. എല്ലാ നാമത്തിലും മേലായ നാമം ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ നാമത്തിലും മേലായ നാമം ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുൻപിൽ വല്ലഭത്വമുള്ള നാമം. എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുൻപിൽ വല്ലഭത്വമുള്ള നാമം. ശ്രീയേശുനാമം അതിശയനാമം ഏഴേനിക്കുംബനാമം. ശ്രീയേശുനാമം അതിശയനാമം ഏഴേനിക്കുംബനാമം. ഭൂതബാധികർക്കും നാനാവ്യാധിക്കാർക്കും മോചനം കൊടുക്കും നാമം. ഭൂതബാധികർക്കും നാനാവ്യാധിക്കാർക്കും മോചനം കൊടുക്കും നാമം. കുരുടർക്കും മൂടർക്കും കുഷ്ഠരോഗികൾക്കുമെല്ലാം വിടുതലും നൽകും നാമം. കുരുടർക്കും മൂടർക്കും കുഷ്ഠരോഗികൾക്കുമെല്ലാം വിടുതലും നൽകും നാമം. ശ്രീയേശുനാമം അതിശയനാമം ഏഴേനിക്കുംബനാമം. ശ്രീയേശുനാമം അതിശയനാമം ഏഴേനിക്കുംബനാമം. നീതിയോടെ രാജ്യം പാരമേൽപ്പൻ ഭൂവിൽ വേഗം വരുന്ന നാമം. നീതിയോടെ രാജ്യം പാരമേൽപ്പൻ ഭൂവിൽ വേഗം വരുന്ന നാമം. നാടുവാഴികളാം തന്റെ സിദ്ധരുമായി ദാവീദിൻ സിംഹാസനത്തിൽ വാഴും നാമം. നാടുവാഴികളാം തന്റെ സിദ്ധരുമായി ദാവീദിൻ സിംഹാസനത്തിൽ വാഴും നാമം. ശ്രീയേശുനാമം അതിശയനാമം ഏഴേനിക്കുംബനാമം. ശ്രീയേശുനാമം അതിശയനാമം ഏഴേനിക്കുംബനാമം. എല്ലാ നാമത്തിലും മേലായ നാമം ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ നാമത്തിലും മേലായ നാമം ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുൻപിൽ വല്ലഭത്വമുള്ള നാമം. എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുൻപിൽ വല്ലഭത്വമുള്ള നാമം. ശ്രീയേശുനാമം അതിശയനാമം ഏഴേനിക്കുംബനാമം. ശ്രീയേശുനാമം അതിശയനാമം ഏഴേനിക്കുംബനാമം. ഭൂതബാധികർക്കും നാനാ
മോചനം കൊടുക്കും നാമം, ഭൂതബാധിതർക്കും ജ്ഞാനവ്യാധിക്കാർക്കും മോചനം കൊടുക്കും നാമം, കുരുടർക്കും മുടന്തർക്കും കുഷ്ഠരോഗികൾക്കുമെല്ലാം വിടുതലും നൽകും നാമം, കുരുടർക്കും മുടന്തർക്കും കുഷ്ഠരോഗികൾക്കുമെല്ലാം വിടുതലും നൽകും നാമം. ശ്രീയേശുനാമം അതിശയനാമം, എനിക്കിമ്പനാമം. 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 നന്ദിയോടെ 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 ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നന്ദിയോടെ സ്തുതിക്കുന്ന പിതാവേ, തിരുനാമത്തിന് സ്തോത്രം, തിരുനാമത്തിന് സ്തോത്രം, തിരുനാമത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരു പകൽ കൂടെ കർത്താവിനെ ഹല്ലേലൂയ സത്യത്തിലും ആത്മാവിലും ആരാധിക്കേണ്ടതിനോ സ്വർഗത്തിലെ ദൈവം അവൻ്റെ സന്നിധിയിൽ നമ്മെ കൂട്ടിവരുത്തിയല്ലോ. കഴിഞ്ഞ ദിനങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ വിശ്വസ്തത നമുക്ക് പരിചയവും പലകയുമായിരുന്നു. ഹല്ലേലൂയ. കണ്ണൻ കൃഷ്ണമണി പോലെ സ്വർഗത്തിലെ ദൈവം നമ്മെ പരിപാലിച്ചല്ലോ. സ്തോത്രം. ഇന്ന് പകൽ അവൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് കടന്നു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഒരു സാവകാശവും കൂടെ നമുക്ക് ദാനം ചെയ്തിരിക്കെ ഈ പകലിലെ ആരാധന ദൈവത്തിന് ഏറ്റവും സുഗ്രാഹ്യമായ ഒരു യാഗമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്തോത്രം. Praise the Lord. Hallelujah, hallelujah, hallelujah. കഴിഞ്ഞ ദിനങ്ങളിലെല്ലാം സ്വർഗം നമ്മെ അത്ഭുതകരമായി അതിശയകരമായി വഴി നടത്തുകയും പരിപാലിക്കുകയും ചെയ്തു. ഇന്ന് പകലിലും അവൻ്റെ വലിയ സാന്നിധ്യം വെളിപ്പെടുവാൻ നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്തോത്രം. Hallelujah, 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 hallelujah. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. തുടർന്ന് നല്ല പാട്ടുകൾ ലഭിക്കേണ്ടതിനായി നല്ല സങ്കീർത്തനങ്ങൾ, പ്രബോധനങ്ങൾ, സാക്ഷി വചനങ്ങൾ, ദൈവവചന ചിന്തകൾ തന്ന ഇന്ന് പകലിലെ ആരാധന ദൈവത്തിന് ഏറ്റവും സുഗ്രാഹ്യമായ ഒരു യാഗമായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കേണ്ടതിനോ നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ യൂത്തിൻ്റെ ഭാഗത്തുനിന്ന് പ്രിയ ലിറ്റിയും, സഹോദരിമാരുടെ ഭാഗത്തുനിന്ന് പ്രിയ വത്സമ്മയും, സഹോദരന്മാരുടെ ഭാഗത്തുനിന്ന് പ്രിയ ബാബുച്ചായനും, ഹല്ലേലൂയ ടി വൈക്കോഷി 3 പേരെ ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചാണ്. നമുക്ക് ഒരുമിച്ചോ ദൈവകരങ്ങൾ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് പകൽ ഞങ്ങൾ നിൻ്റെ സന്നിധിയിലായിരിക്കും. നിന്നെ പ്രസാദിപ്പിക്കുവാൻ, ഹല്ലേലൂയ, നിന്നെ പ്രസാദിപ്പിക്കുവാൻ ആവശ്യമായ എല്ലാ ദൈവകൃപയും ഞങ്ങളുടെ മേൽ പകരണമെന്ന് നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം.
നാം ഒരുമിച്ച് പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ഹല്ലേലൂയ പ്രിയ ലിറ്റി പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. Hallelujah, hallelujah. Thank you, Lord Father, for giving us this wonderful time to gather here, Father, in your midst, Lord. This Sunday worship session we submit onto your hand, Jesus. Hallelujah. As we come to the last Sunday worship session of this year, Lord, we submit upon you each and every single people who are gathered here, Father, who are on their way as well, Jesus. Hallelujah, Lord. Let it be a blessing, Jesus. Each and every session we submit it onto your hand, Father, Lord. You helped us to arrive here safe and sound. For that we are glorifying your name. As we are gathered here, Father, Lord, help us to keep our mind totally focused on the word of God, into you alone. Take away all our distractions, Father, Lord. Everything, whatever is bothering us, Father, help us to keep it aside and focus on you. Look into all the things that how beautifully you led us, Father, throughout the year, Jesus, and focus only and only on you, Master. As we are here, Lord, I submit upon you and all the sessions, Father, Lord, the choir, Jesus, hallelujah, who would be leading the session, Father. Also, Father, Lord, all the Psalms reading, Jesus, the testimonies, Jesus, hallelujah, the word of God, everything I submit onto your hand, Lord. You take complete control without any single hindrances, Father. Technical issues, also everything I submit onto your hand. You take complete control, Master. All the blessings I ask in the mighty name of our Lord and Savior, Jesus Christ, I pray. Amen. ഹല്ലേലൂയ. ഞങ്ങളെ അതിവാത്സല്യമായ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിനോടെ സ്തോത്രം. കർത്താവെ, ഞങ്ങൾക്കൊരു പ്രഭാതം കൂടെ അവിടുന്ന് യദ്ദാനമായി തന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഉയർപ്പിൻ പൽക്കാലം അങ്ങേ ആരാധിപ്പാൻ തക്കോണം കർത്താവെ ഇടകളായ ഞങ്ങളെ ബലപ്പെടുത്തുമാറാടി എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ ക്രോശങ്ങളും അവിശ്വസ്തകളൊക്കെ ക്ഷമിച്ച ഹല്ലേലൂയ. ഈ പൽക്കാലം അങ്ങേ ആരാധിപ്പാൻ തക്കണം ഞങ്ങളെല്ലാവരെയും ബലപ്പെടുത്തുമാറാടി എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ദൂരത്തുനിന്നും ചാരത്തുനിന്നും കർത്താവെ അങ്ങേ ആരാധിപ്പാൻ തക്കണം കടന്നു വന്നിരിക്കുന്നു. ഏറിയ അവരോട് കടന്നു വന്നിരിക്കുന്നതിൻ്റെ ജനത്തോട് അവിടുന്ന് മനസ്സരിമാറാടി എന്ന് പ്രാർത്ഥിക്കുന്നു. കൂട്ടിക്കൊണ്ടുവന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കാട് സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ യാത്രയിലായിരുന്നു കർത്താവെ, സ്തോത്രം. അവരെയൊക്കെ കൂട്ടി വരുത്തി ഉറവൽക്കാട് സ്തോത്രം. ആയിരുന്ന സ്ഥാനങ്ങളിലൊക്കെ കർത്താവ് സൂക്ഷിച്ചല്ലോ, കരുതിയല്ലോ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഇപ്പോൾ ആൾക്കാലം ഞങ്ങൾ ഒന്നിച്ച് അങ്ങയുടെ രക്ഷയുടെ വാറയ്ക്ക് ആർപ്പെടുവാൻ തക്കാണ് ഞങ്ങളെ സഹായിക്കുമാറാടി എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ യോഹന്നാൻ അങ്ങയുടെ മാർവോട് ചേർന്നിരുന്ന പോലെ ഹല്ലേലൂയ അവിടുത്തെ കർത്താവെ സ്തോത്ര ഹൃദയത്തിലെ സ്പന്ദനങ്ങൾ അറിയുവാൻ തക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളെ സഹായിക്കുമാറാടി എന്ന് പ്രാർത്ഥിക്കുന്ന കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും കർത്താവെ പ്രാർത്ഥിപ്പാനും ഉപവസിപ്പാനും ഒക്കെ കർത്താവെ സഭയായിട്ട് അവിടുന്ന് സഹായിച്ചറുകൾക്കാട്ടെ നന്ദിയോടെ സ്തോത്രം ചെയ്ത് കർത്താവെ, ഒരു വർഷക്കാലം ഞങ്ങളെ വിട്ടുപോകുന്നു. ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ ഹോടെ ദൃഷ്ടി ഞങ്ങളുടെ മേലുണ്ടായിരുന്നതിനാൽ ഞങ്ങളൊക്കെ സ്തുതിക്കുന്ന ഞങ്ങളുടെ നന്മ പ്രവൃത്തികളൊന്നും അല്ലപ്പാ. ഹല്ലേലൂയ. ഞങ്ങളുടെ പുണ്യ പ്രവൃത്തികളൊന്നും അല്ലപ്പാ. അവിടുത്തെ കരുണയൊന്ന് മാത്രം ഒന്ന് മനസ്സിലാക്കി പിന്നെയും അങ്ങയുടെ സ്ഥലത്ത് താഴുവാൻ ഞങ്ങളെ പഠിപ്പിക്കുമാറാണ് എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ സ്തോത്ര, സ്തോത്ര. തക്ക സമയത്ത് കൃപ ലഭിക്കേണ്ടതിന് ദൈവത്തിൻ്റെ കൃപാസനത്തോട് അടുത്ത് വരുവാൻ തക്കോണം ഹല്ലേലൂയ ഞങ്ങൾക്ക് ബുദ്ധി തരുമാറാണ് എന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. നല്ല പാട്ടിനെ തന്നതിനാൽ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആത്മാവിൽ കർത്താവെ പോരാടി പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ ബലപ്പെടുത്തുമാറാണ് എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ ഫലങ്ങൾ കർത്താവെ ദിവസങ്ങൾ ഞങ്ങൾ കാണുവാൻ തക്കോണം ദൈവം പ്രവർത്തിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഹല്ലേലൂയ നിത്യജീവനായിട്ട് ഞങ്ങളൊക്കെ സ്തുതിക്കുന്ന കർത്താവെ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. അവിടുത്തെ വാഗ്ദത്തമാണല്ലോ കർത്താവെ, അതിനെ മുറുകെ പിടിപ്പാൻ തക്കോണം ഹല്ലേലൂയ. ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ തലമുറകൾക്കും എല്ലാം കർത്താവ് സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ മോഹം ഒഴിഞ്ഞു പോകും, ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്നവൻ എന്നേക്ക് നിലനിൽക്കുന്ന അവിടുത്തെ മധുരത്തിൽ ഞങ്ങൾ വായിക്കുന്ന കർത്താവെ, അത് അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിലായി തീരുവാൻ തക്കണം കർത്താവ് സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പാൻ ഞങ്ങൾക്ക് കൃപ വരുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല സങ്കീർത്തനങ്ങളെ ഞങ്ങൾക്ക് തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്രം, സ്തോത്രം. നല്ല സാക്ഷ്യങ്ങൾ പ്രബോധനങ്ങളൊക്കെ ഞങ്ങളെ തന്ന് സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ഇടയിൽ ആരെങ്കിലും ബലഹീനരായിരിക്കുന്നെങ്കിൽ കർത്താവിനെ സഹായിക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അമ്പിളിസ്റ്റുവേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിപൂർണ്ണ ആശ്വാസം, പരിപൂർണ്ണ സൗഖ്യം അവിടെ നൽകിയിരുന്നെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. കർത്താവെ സ്തോത്രം. ഞങ്ങളെ ബലപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശോഭയ്ക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെയും ധൈര്യപ്പെടുത്തി ബലപ്പെടുത്തി സൗഖ്യമാക്കുകയും ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദൂരത്തായിരുന്ന കുഞ്ഞുങ്ങളെയൊക്കെ കൂട്ടിക്കൊണ്ടുവന്ന കൃപകൾക്ക് സ്തോത്രം. കർത്താവെ, അല്പസമയം ഞങ്ങൾ നിന്നെ സന്നിധിയിരിക്കുമ്പോൾ ഹല്ലേലൂയ കർത്താവെ ഏറിയ ഭയത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ ഭക്തിയോടെ ഇരുപ്പാൻ ഞങ്ങളെ ബലപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ആരും നിർവിചാരികളായിട്ട് ഇരുപ്പാൻ അവിടെ നിടിയാക്കല്ലേ. ആരാധനയിൽ ഒരു കുറവും വരുവാൻ അപ്പച്ചൻ സമ്മതിക്കല്ലേ എന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നല്ല സാക്ഷ്യങ്ങൾ തരണം, നല്ല പ്രബോധനങ്ങൾ തരണം, നല്ല വചന ശുശ്രൂഷ ഞങ്ങൾക്ക് നൽകി തരുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കൂടെ ആരാധിച്ചിട്ട് കർത്താവെ ഞങ്ങളെ ശുശ്രൂഷിച്ചിട്ട് വിവിധ ഭാഗങ്ങളായിരിക്കുന്ന
എല്ലാ ദൈവമക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കർത്താവെ വിദേശത്തും സ്വദേശത്തും ആയിരിക്കുന്ന എല്ലാവരെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അവിടുത്തെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സൂക്ഷിച്ചുകൊള്ളേന്ന് പ്രാർത്ഥിക്കുന്നു. അല്പസമയം ഞങ്ങൾ അങ്ങയോട് സല്ലീകരിക്കുമ്പോൾ ഹല്ലേലൂയ യഥാർത്ഥമായിട്ട് അങ്ങ് ഞങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കണേ. അപ്പോൾ കർത്താവെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ അറിഞ്ഞ് കർത്താവെ സ്തോത്രം ഞങ്ങൾക്ക് വേണ്ടി ജീവിപ്പാൻ തക്കോളും ഞങ്ങൾ എല്ലാവരെയും ബലപ്പെടുത്തണേന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് തന്ന ദിവസത്തിനാണ് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. തന്ന സ്വാതന്ത്ര്യത്തിനാണ് സ്തോത്രം. തന്ന കൂട്ടായ്മയ്ക്കാണ് സ്തോത്രം. ദേവദാസിന്റെ കുടുംബത്തിനാണ് സ്തോത്രം. എല്ലാ കാര്യങ്ങളും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന ഏറിയ ഭയത്തോടെ ഭക്തിയോടെ അന്യചിന്തകൾ ഒഴിഞ്ഞ് കർത്താവിന്റെ സ്ഥലിരിപ്പം ഞങ്ങളെ എല്ലാവരെയും ബലപ്പെടുത്തിക്കാണ്ട് പ്രാർത്ഥന അവിടുന്ന് ശ്രദ്ധ വെച്ചേട്ടില്ല സ്തോത്രം. സ്വർഗത്തിലേക്ക് ഞങ്ങളെ ഇരുത്തിക്കാണ്ട് ഭാരബോധം അവിടുന്ന് എടുക്കണം. വരവിന്റെ പ്രത്യാശയിൽ ഞങ്ങളെ നിറയ്ക്കണം. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്ന ദൈവത്തോട് കേൾക്കുമാറാണമേ. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഹാലലിയ. ഈ കർത്തൃദിവസത്തിൻ്റെ രാവിലെ സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ, ഹാലലിയ. ദൈവമേ, ആണ്ടിൻ്റെ ആരംഭ മണിക്കൂർ മുതൽ കർത്താവേ അവസാന ദിവസം വരെ നീ അവിടുന്ന് ഞങ്ങളെ കാത്തു പരിപാലിച്ച് കർത്താവേ, ഹാലലിയ. ഞങ്ങൾ ഈ പട്ടണത്തിലായിരുന്നപ്പോൾ ഞങ്ങളുടെ ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെ ഓരോ ദിവസവും നൽകി തന്നു കർത്താവേ, ഹാലലിയ. നീ അവിടുന്ന് ഞങ്ങളെ ശ്രേഷ്ഠമായി നടത്തിയ നിന്റെ കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ഒരു നാളിൽ ലജ്ജിച്ചു പോയില്ല എന്നുള്ള വചനപ്രകാരം ദൈവമേ, നീ ഞങ്ങളുടെ മുഖത്തെ ലജ്ജിപ്പാതവണ്ണം കർത്താവേ നീ ഈ പട്ടണത്തിൽ ഞങ്ങളെ കാത്തു പരിപാലിച്ച നിന്റെ കൃപയ്ക്കായി, ദയക്കായി, വിശ്വസതയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ, ഹാലലിയ. ഞങ്ങളുടെ ജീവിതത്തിലെ കുറവുകളെ നീ അവിടുന്ന് കണക്കിടാതെ വണ്ണം കർത്താവേ, ഹാലലിയ. നീ അവിടുന്ന് ഞങ്ങളെ പരിപാലിച്ച നിന്റെ കൃപയ്ക്കായി നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. നിന്റെ ആലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നിരിക്കുന്ന കർത്താവേ, നിന്റെ ജനത്തെ നിന്റെ കരങ്ങളിൽ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ, ഹാലലിയ. ദൈവമേ, ഓരോരുത്തരുടെ ആവശ്യങ്ങൾ അവിടുന്ന് അറിയുന്ന ദൈവമേ, ഹാലലിയ. നീ അവിടുന്ന് ആവശ്യങ്ങൾ അറിഞ്ഞു കർത്താവേ. ഇന്ന് പകൽക്കാലം നീ അവിടുന്ന് കർത്താവേ മറുപടി നൽകുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവേ, ഹാലലിയ. കാലാവസ്ഥയുടെ പ്രയാസത്താൽ ശരീര സൗഖ്യമില്ലാതെ ആയിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിന്റെ കർത്താവേ മക്കൾക്ക് നീ അവിടുന്ന് വിടുതലും ആശ്വാസവും നൽകി കർത്താവേ. വരും ദിവസങ്ങളിൽ നിന്നെ അധികമായി സ്തുതിപ്പാനും ആരാധിപ്പാനും നീ അവിടുന്ന് ബലപ്പെടുത്തുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു കർത്താവേ, ഹാലലിയ. ദൈവമേ, ഞങ്ങളുടെ പൈതങ്ങൾ കർത്താവേ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കർത്താവേ കർത്താവേ ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റുകളിലായിരിക്കുന്നല്ലോ കർത്താവേ. നിന്റെ മക്കളെല്ലാം ആയിരിക്കുന്ന സ്ഥാനങ്ങൾ നീ അവിടുന്ന് സൗഖ്യത്തോടും സമാധാനത്തോടും കാത്തു പരിപാലിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു കർത്താവേ, ഹാലലിയ. നിന്റെ തിരുസാന്നിധ്യത്തിന്റെ പൈതങ്ങളെ നീ അവിടുന്ന് മറച്ചുകൊള്ളുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുകയാണ് കർത്താവേ, ഹാലലിയ. ദൈവമേ, ഞങ്ങളെ കർത്താവേ ഇന്ന് രാവിലെ സമയം കടന്നു വന്ന പാടുവാൻ നീ അവിടുന്ന് ഞങ്ങളെ ബലപ്പെടുത്തി പ്രാർത്ഥിപ്പാൻ നീ അവിടുന്ന് ഞങ്ങളെ ശക്തീകരിക്കുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവേ. നല്ല പ്രബോധനങ്ങൾ കർത്താവേ, നല്ല സാക്ഷ്യങ്ങൾ നീ അവിടുന്ന് ഞങ്ങൾക്ക് നൽകി തരുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവേ. വചനത്തിൽ സംസാരിപ്പാൻ നിന്റെ ദാസനെ നീ അവിടുന്ന് കരങ്ങളിലെടുത്ത് ഉപയോഗിച്ച് കർത്താവേ, ഹാലലിയ. വരുന്ന ഒരു വർഷക്കാലം ജീവിപ്പാൻ ആവശ്യമായ ദൈവകൃപ ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് നൽകി തരുവാനും കർത്താവേ അത് പ്രാപിച്ച് ബലപ്പെട്ട് കടന്നു പോകാനും നീ അവിടുന്ന് ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവേ. പ്രത്യേകം ഞങ്ങൾ പാസ്റ്റയും കുടുംബത്തെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ, ഹാലലിയ. ഈ പട്ടണത്തിൽ നീ അവിടുന്ന് ആക്കിയിരിക്കുന്ന സമയം മുതൽ കർത്താവേ ഇത്രത്തോളം നീ അവരെ സഹായിച്ച് കർത്താവേ. മുന്നോട്ട് അവരുടെ എല്ലാ ആവശ്യങ്ങളും നീ അവിടുന്ന് കൂടെ ഇരുന്ന് സഹായിച്ചാട്ട് കർത്താവേ, ഹാലലിയ. വേലയിൽ അധികം വർദ്ധിപ്പാൻ നീ അവിടുന്ന് സഹായിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു കർത്താവേ. ഞങ്ങളോടൊപ്പം ആരാധിച്ചിട്ട് കർത്താവേ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കർത്താവേ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരെ നീ ഞങ്ങളോടൊപ്പം അനുഗ്രഹിക്കുമാറാകണമേ എന്ന് അപേക്ഷിക്കുകയാണ് കർത്താവേ, ഹാലലിയ. അല്പസമയം ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നത് കർത്താവേ, ഹാലലിയ. ഞങ്ങൾ കർത്താവേ അങ്ങേ സ്തുതിച്ചുകൊണ്ട് അങ്ങേ ആരാധിച്ചുകൊണ്ട് കർത്താവേ, ഹാലലിയ. അവിടുത്തെ പരിശുദ്ധാത്മ നിറവിൽ തന്നെ ആയിരിക്കാൻ നീ അവിടുന്ന് ഞങ്ങളെ സഹായിച്ചാട്ട് കർത്താവേ, ഹാലലിയ. അങ്ങനെ സമസ്ത കാര്യങ്ങൾ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് താഴ്ത്തി പരമേൽപ്പിക്കുന്നു കർത്താവേ. അവിടുത്തെ വരവിന് വേണ്ടി നീ അവിടുന്ന് ഞങ്ങളെ ഒരുക്കണമെന്ന് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ പണിഞ്ഞ യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കേൾക്കുമാറാകണമേ. സന്നിധിയിൽ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്നോ 49 സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി വായിച്ച് നമ്മുടെ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. അവസാന 2 വാക്യങ്ങൾ നമുക്ക് ചേർന്ന് വായിക്കാം. Psalms 49 we can read responsively. Last 2 words we can read together. 49 സങ്കീർത്തനം വായിക്കുന്നു. സകല ജാതികളുമായുള്ളവരെ ഇത് കേൾപ്പിൻ, സകല ഭൂവാസികളുമായുള്ളവരെ ചെവിക്കൊള്ളുവിൻ. എൻ്റെ വായ് ജ്ഞാനം പ്രസ്താവിക്കും, എൻ്റെ ഹൃദയത്തിലെ ധ്യാനം
വിവേകം തന്നെ ആയിരിക്കും. അകൃത്യം എൻ്റെ കുതികാലിനെ പിന്തുടർന്നോ, എന്നെ വളയുന്ന ദുഷ്കാലത്തോ ഞാൻ ഭയപ്പെടുന്നതോ എന്തിനോ? സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവരുടെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയത്, അത് ഒരു നാളും സാധിക്കില്ല. ജ്ഞാനികൾ തങ്ങളുടെ ഭവനങ്ങൾ ശാശ്വതമായും തങ്ങളുടെ വാസസ്ഥലങ്ങൾ തലമുറ തലമുറയായി നിൽക്കും എന്നിങ്ങനെയാകുന്നു അവരുടെ അന്തർഗതം. തങ്ങളുടെ നിലങ്ങൾക്ക് അവർ തങ്ങളുടെ പേരിടുന്നു. ഇത് സ്വയാശ്രയക്കാരുടെ ഗതിയാകുന്നു. അവരുടെ അനന്തരവരോ അവരുടെ വാക്കുകളിൽ ഇഷ്ടപ്പെടുന്നു. എങ്കിലും എൻ്റെ പ്രാണനെ ദൈവം പാതാളത്തിന്റെ അധികാരത്തിൽ നിന്ന് വീണ്ടെടുക്കും. അവൻ എന്നെ കൈക്കൊള്ളും. അവൻ മരിക്കുമ്പോൾ യാതൊന്നും കൊണ്ടുപോകുകയില്ല. അവന്റെ മഹത്വം പിൻചെല്ലുകയുമില്ല. ഒരുമിച്ച് അവൻ നിന്റെ പിതാക്കന്മാരുടെ തലമുറയോട് ചെന്ന് ചേരും. അവനോട് നാൾ വെളിച്ചം കാണുകയില്ല. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ. നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒരു പകൽ കൂടെ കർത്താവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കേണ്ടതിന് അവന്റെ സന്നിധിയിലേക്ക് അവൻ നമ്മെ കൂട്ടിവരുത്തി. പാടുവാൻ നമുക്ക് കൃപ നൽകുന്നു, പ്രാർത്ഥിപ്പാൻ നമ്മെ ശക്തീകരിക്കുന്നു. നമ്മുടെ ജീവനും ഭക്തിക്കും ആവശ്യമായ കർത്താവ് നമ്മുടെ കരങ്ങളിൽ തരുന്നു. ഇന്ന് പകൽ നൽകിയ ആ സങ്കീർത്തനത്തിനായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവിനാൽ എഴുതപ്പെട്ട സങ്കീർത്തനം, അതേ ആത്മാവിനാൽ ഹല്ലേലൂയ ചില സത്യങ്ങളെ നമുക്ക് ഗ്രഹിക്കുവാൻ ഈ പ്രഭാതത്തിൽ സ്വർഗത്തിൽ ദൈവം നമ്മെ സഹായിക്കേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ബ്രദർ ബിനോദ് ജോർജ് ഇപ്പോൾ ശബ്ദം ഉയർത്തി ഹല്ലേലൂയ സങ്കീർത്തനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവസേന നമുക്ക് പ്രാർത്ഥനയോടെയായിരിക്കാം. കർത്താവേ, ഇന്ന് പകൽ എന്നോട് ഇടപെടുമാറാകണമേ, എന്നോട് പിതാവേ, പുണ്യനാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്ന മഹത്വപ്പെടുത്തുന്ന കർത്താവേ, ഹല്ലേലൂയ. ഇന്നത്തെ കത്രഭാഗക്കാലം കർത്താവേ, ഹല്ലേലൂയ തിരുസന്നിധി കടന്നു വന്ന് അവിടുത്തെ സ്തുതിക്കുന്നതിന് ആരാധിക്കുന്നതിന് അടിയങ്ങളെ ജീവിതത്തിൽ തന്ന വലിയ കൃപയോർത്ത് നന്ദിയോടെ സ്തുതിക്കുന്ന മഹത്വപ്പെടുത്തുന്ന കർത്താവേ, ഹല്ലേലൂയ. കർത്താവേ, അടിയങ്ങളെ ഓരോരുത്തരും തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്ന കർത്താവേ, അവിടുത്തെ കൃപയാ ഞങ്ങളെ നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അടിയങ്ങൾ ഇന്ന് കടന്നു പോകുമ്പോൾ കർത്താവേ, ഹല്ലേലൂയ, അവിടുത്തെ കൃപയിൽ നിറഞ്ഞവരായിട്ട് കർത്താവ് കടന്നു പോകുന്നതിന് അവിടുന്ന് ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ വർഷത്തിന്റെ ആരംഭം മുതൽ കർത്താവേ, ഈ നിമിഷം വരെ കർത്താവേ, അവിടുന്ന് ഞങ്ങളെ പരിപാലിച്ചു. ഒരാളും കുറഞ്ഞു പോകാതെ കർത്താവേ, അവിടുന്ന് ഞങ്ങളെ സഹായിച്ച വലിയ കൃപയോർത്ത് നന്ദിയോടെ സ്തുതിക്കുന്ന മഹത്വപ്പെടുത്തുന്ന കർത്താവേ, ദൈവമേ, ഹല്ലേലൂയ. ഇന്ന് തന്ന സങ്കീർത്തനത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അവിടുന്ന് ഞങ്ങളോട് ഇടപെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സങ്കീർത്തനത്തിലൂടെ കർത്താവേ, ഹല്ലേലൂയ, ഞങ്ങളുടെ ഹൃദയങ്ങളോട് അവിടുന്ന് സംസാരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനാവശ്യമായിട്ടുള്ള കർത്താവേ, ഹല്ലേലൂയ, കർത്താവ് കൃപകൾ ഞങ്ങൾക്ക് തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കടന്നു വന്ന ഓരോരുത്തരെയും കർത്താവ് തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവ്, ഇനിയും കടന്നു വരാനുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ, തക്ക സമയത്ത് അവരെയും കൂട്ടിവരുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവർ വിദേശ രാജ്യങ്ങളിലായിരിക്കുന്നവരുണ്ട് കർത്താവെ, വിവിധങ്ങളുടെ സംസ്ഥാനങ്ങളിലെ വിവിധ രാജ്യങ്ങളായിരിക്കുന്നവരുണ്ട് കർത്താവെ, അവരെല്ലാവരും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ, അവരെല്ലാവരും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന ഓരോരുത്തരെയും കുഞ്ഞു പൈതങ്ങൾ മുതൽ കർത്താവെ ഓരോരുത്തരെയും കർത്താവ് തിരുക്കരങ്ങൾ സമർപ്പിക്കുന്നു. ദൈവദിനത്തിൽ നിന്ന് കർത്താവെ ഞങ്ങളോട് സംസാരിക്കുന്ന അവിടുത്തെ ദാസന് കൊടുത്ത കർത്താവെ കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഇടപെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവ്വമാനവും മൊത്തം അവിടത്തേക്ക് നൽകുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. എല്ലാ പ്രിയമുള്ളവരും ദിവസത്തിലിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതവും വിലപ്പെട്ടതുമായ നല്ല പ്രഭാതത്തിൽ ലോകത്തിൻ്റെ രക്ഷകനും നമ്മുടെ വീണ്ടെടുപ്പുകാരനുമായ കർത്താവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കേണ്ടതിനോ ഒരു പകൽ കൂടെ കർത്താവ് നമുക്ക് ദാനം ചെയ്തതോർത്ത്
ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിനങ്ങളിലെല്ലാം സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരുണ, വിശ്വസ്തത, ദയ ഇവയെല്ലാം നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ പരിപാലിച്ചു. ഇത്രത്തോളം നമ്മെ ജയോത്സവമായി നടത്തിയ ദൈവത്തിന് ഇന്ന് ആ പ്രഭാതത്തിൽ സ്തോത്രം. ചിന്തയിലായിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും എല്ലാ കുഞ്ഞുങ്ങൾക്കും ക്രിസ്തയേശുവിൻ നാമത്തിൽ സ്നേഹാവന്ദനത്തെ അറിയിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മുടെ വായിച്ചത് 49 സങ്കീർത്തനമാണ്. സ്തോത്രം. നമുക്കറിയാം ഈ വർഷത്തെ അവസാന ദിവസം അല്ലെങ്കിൽ അവസാന മണിക്കൂറിൽ നാം എത്തിയിരിക്കുന്നു. എത്രയോ സന്തോഷത്തോടെയാണ് നാം ദൈവത്തെ സ്തുതിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ വർഷത്തിൻ്റെ ആരംഭം കണ്ട അനേകരോ ഹല്ലേലൂയ ഈ ലോകം വിട്ട് കടന്നുപോയി. അവർക്ക് നമ്മേക്കാൾ എല്ലാ സൗകര്യങ്ങളും ഉള്ളവരാണ് കൂടുതലും ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടത്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ ഏഴകളാകുന്ന ഹല്ലേലൂയ യാതൊന്നിനും ഹല്ലേലൂയ വകയില്ലാത്ത, ഒന്നിനും പ്രശംസിപ്പാൻ വകയില്ലാത്ത എന്നെയും നിങ്ങളെയും അത്ഭുതകരമായി പരിപാലിച്ച ദൈവത്തിന് ഈ പ്രഭാതത്തിൽ സ്തോത്രം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മെ നിശ്ചയമായും അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. നേരത്തെ ഓർപ്പിച്ചിട്ടുള്ളതുപോലെ ഇന്ന് കൃത്യം 11 മണിക്ക് തന്നെ നമ്മുടെ ആരാധന നിൽക്കും. ദൈവത്തിന് സ്തോത്രം. ശേഷമായിട്ട് വൈകിട്ടോ ഹല്ലേലൂയ കാര്യങ്ങളുണ്ടല്ലോ, അത് നമുക്ക് ആരാധനയ്ക്ക് ശേഷമായിട്ട് അനൗൺസ്മെൻറ്റ് നിങ്ങൾക്ക് ലഭിക്കും. പ്രാർത്ഥനയോടെ ഇന്ന് പകൽക്കാലം നമുക്ക് ദിവസങ്ങളിലായിരിക്കാം. 1-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. സകല ജാതികളുമായുള്ളവരെ ഇത് കേൾക്കുവിൻ, സകല ഭൂവാസികളുമായുള്ളവരെ ചെവിക്കൊള്ളുവിൻ. സാമാന്യ ജനവും ശ്രേഷ്ഠ ജനവും ധനവാന്മാരും ദരിദ്രന്മാരും തന്നെ. എൻ്റെ വായ് ജ്ഞാനം പ്രസ്താവിക്കും, എൻ്റെ ഹൃദയത്തിലെ ധ്യാനം വിവേകം തന്നെ ആയിരിക്കും. ഞാൻ സദൃശ്യവാക്യത്തിന് എൻ്റെ ചെവി ചായ്ക്കും, കിന്നരനാദത്തോടെ എൻ്റെ കടങ്കഥ കേൾക്കും. മതി. സ്തോത്രം. 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഇവിടെ സങ്കീർത്തനക്കാരൻ ഒരു അഭിസംബോധന നടത്തുകയാണ്. എന്താ വിളിച്ചു പറയുന്നത്? സകല ജാതികളുമായുള്ളവരെ ഇത് കേൾപ്പിൻ. സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആദ്യം മുതലേ, ഉൽപ്പത്തി മുതലേ വിളിച്ചു പറയുന്ന കാര്യമാ. വരുവിൻ, ചെവിചായ്പിൻ, കേൾപ്പിൻ. ദൈവത്തിന് സ്തോത്രം. എന്താ ഇവനോട് ഉറപ്പിക്കുന്ന? സകല ജാതികളുമായുള്ളവരെ ഇത് കേൾപ്പിൻ, സകല ഭൂവാസികളുമായുള്ളവരെ ചെവിക്കൊള്ളുവിൻ. എനിക്ക് ഈ വാക്യം വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ചില നിരീശ്വരവാദികൾ തന്നെയാണ് പറയുന്നത് ആകെ 2 ജാതിയെ ഭൂമിയിലുള്ളൂ. ആകെ 2 ജാതിയെ ഭൂമിയിലുള്ളൂ. ഒന്ന് പുരുഷന്മാർ, 2 ഇത് 2 ജാതികളാണ്. അപ്പോൾ വേറെ ആരുമില്ല എന്നുള്ള അർത്ഥത്തിൽ. എന്നാൽ അടുത്ത ഭാഗം വായിക്കണം. സകല ഭൂവാസികളുമായുള്ളവരെ, ഭൂമിയിൽ വസിക്കുന്ന എല്ലാവരോടുമുള്ള അഭിസംബോധനയായിട്ടാണ് ഈ കാര്യം ഓർപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ വന്ന് ചെവിചായിക്കണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതിൻ്റെ ആവശ്യം ഉള്ളതായി നമുക്ക് കാണുവാൻ തക്ക സാധിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. കാരണം ഇന്ന് മനുഷ്യൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്നൊരു കാര്യമാണ് പ്രബോധനം എന്ന് പറയുന്നത്, അഥവാ ഉപദേശം. എപ്പോൾ നോക്കിയാലും ഇനി 2 കുഞ്ഞുങ്ങൾ ഉള്ളെങ്കിൽ പോലും അവർക്ക് എന്തിഷ്ടമല്ല, എന്തിഷ്ടമല്ല. അങ്ങനെ ഒരു കുഴപ്പം നമ്മുടെ വീടുകളിൽ ഇല്ലാത്ത പോലെ പാരൻസ് ഒക്കെ ഇരിക്കുന്നത്. ഉപദേശം ഇഷ്ടമല്ല. ഞങ്ങൾക്കറിയാം. പപ്പക്ക് എന്തറിയാം? ഒന്നും അറിയത്തില്ല. സിമ്പിൾ അല്ലേ? മമ്മിക്ക് എന്തറിയാം? आपका जमाना नहीं है ये, तो तुम्हारा जमाना कौन सा है? अले സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതുകൊണ്ട് പ്രവാചകൻ വിളിച്ചു പറയുന്നൊരു വാചകമുണ്ട്. സ്തോത്രം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ബുക്ക് ഓഫ് ഐശയ്യാ ചാപ്റ്റർ 1 വേഴ്സ് 2. എന്താ പറഞ്ഞ വായിക്കുന്നത്? ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക,
യഹോവ അരുളി ചെയ്യുന്നു, ഞാൻ മക്കളെ പോറ്റി വളർത്തി. അവരെന്ത് ചെയ്യുന്നു? ദൈവത്തിന് സ്തോത്രം. ഈ കാര്യം പലപ്പോഴും സാക്ഷ്യത്തിൽ പലർക്കും പറയണമെന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യുന്നില്ല? പറയുന്നില്ലെന്നേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ തലമുറകളെ ഉപദേശിക്കുന്നത് ഇഷ്ടമല്ല. ഉപദേശം അവർ വെറുക്കുന്നു. ഉപദേശിക്കുന്നവരെ കാണുമ്പോൾ ഒളിക്കുന്നു. ഒത്തിരി ബിസിയാ, ഞാൻ ഒത്തിരി ബിസി. എന്താ കാര്യം? ഒരു പണിയില്ലാത്തതുകൊണ്ട്. പ്രൈസ് ദി ലോർഡ്. ഉപദേശിക്കുന്നത് മാത്രം ഇഷ്ടമല്ല. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങൾ ജീവിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പക്ഷെ കർത്താവ് പറയുകയാണ്, ആകാശമേ നീ കേൾക്ക്, ഭൂമിയെ നിന്റെ ചെവിയൊന്നും എനിക്ക് താ. യഹോവയാണ് അരുളി ചെയ്യുന്നത്, ഞാൻ മക്കളെ എന്ത് ചെയ്തു? പോറ്റി വളർത്തുകയാ. അവരുടെ അനുദിന ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ ആവശ്യമായത് എല്ലാം അവർക്ക് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. റിസൾട്ട് എന്താ? അവരെന്നോട് മത്സരിക്കുന്നു. അവരെന്നോട് മത്സരിക്കുന്നു. സ്തോത്രം. അടുത്ത വാക്യം കൂടെ ഒന്ന് വായിച്ചിട്ട്, മൂന്നാമത്തെ. കാള തന്റെ ഉടയവനെയും സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എത്ര പാരൻസിനോട് കുഞ്ഞുങ്ങൾ ബൈബിൾ സംബന്ധമായ ഡൗട്ട്സ് ചോദിക്കാറുണ്ട്? അത് അറിയുവാനുള്ള ആഗ്രഹം എത്ര കുഞ്ഞുങ്ങൾക്കുണ്ട്? പകരം പാരൻസ് എന്ന് ഡൗട്ട് ചോദിക്കും, മോനെ ഈ ആപ്പ് എങ്ങനെയാണ് തുറക്കുന്നത്? കുഞ്ഞുങ്ങൾക്കൊന്നും ചോദിക്കാൻ. അപ്പം അതുകൊണ്ട് പിള്ളേർ പറയുന്ന പപ്പക്കും മമ്മിക്കും ഒന്നും, അവർക്ക് ആപ്പ് അറിയാം. വചനം പറയുന്നത് എന്താ? വാക്യം വായിച്ചത്, മൂന്നാം വാക്യത്തില്, കാളത്തന്റെ ഉടയവനെയും കഴുതത്തന്റെ യജമാനന്റെ പുൽത്തൊട്ടിയും അറിയുന്നു. ഇസ്രായേൽ അത് അറിയുന്നില്ല, ഗ്രഹിക്കുന്നില്ല. ദൈവമക്കളെന്ന വല്ലാത്തൊരു ലോകത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. സ്തോത്രം. ഇനിയും ഇതിലും വ്യക്തമായിട്ട് എന്താണ് ലോകം നമ്മെ വരച്ചു കാണിക്കേണ്ടത്? വിശുദ്ധനായ പൗലോസ് പറയുന്നത് പോലെ ക്രിസ്തുവിനെ നിങ്ങൾക്ക് വരച്ച് കിട്ടിയിരിക്കുന്നു. ഇപ്പൊ പോയിട്ട് ശരിയാക്കി തരാമെന്നും പറഞ്ഞുകൊണ്ട് കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ ഫെബ്രുവരിയിൽ 2021 ഫെബ്രുവരിയിൽ റഷ്യ അങ്ങോട്ട് പോയതാ, ഉക്രൈനിലോട്ട് പോയതാ. 2 വർഷമാകുന്നു. ഒന്നും നടന്നിട്ടില്ല. റഷ്യ ചെന്ന് പണി മേടിച്ചുകൊണ്ടിരിക്കുന്ന അല്ലാതെ വേറെ വ്യത്യാസമൊന്നുമില്ല. ഇപ്പോൾ തന്നെ ഇസ്രായേലിനെ തുടച്ച് നീക്കാന്ന് പറഞ്ഞ് ഹമാസും കയറി വന്നു. ഇപ്പോൾ ഓടി നടന്ന് അടിമേടിക്കുക. ഇതൊന്നും നിൽക്കാൻ പോകുന്നില്ല. അടുത്തത് തുടങ്ങാൻ പോവുക. അടുത്തത് പല രാജ്യങ്ങളും തമ്മിൽ എന്ത് ചെയ്യാൻ പോവുക? തുടങ്ങാൻ പോവുക. ഇതെല്ലാം വിളിച്ചു പറയുന്നത് നമ്മുടെ കർത്താവിൻ്റെ വരവിനെയാണ്. സ്തോത്രം. കാളത്തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനന്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു. എൻ്റെ ജനമോ ഗ്രഹിക്കുന്നത് പോലുമില്ല. അതുകൊണ്ട് ദൈവമക്കളെ, ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ, ഇതൊക്കെ സംഭവിക്കുമ്പോൾ ഈറ്റുനോവിൻ്റെ ആരംഭമെന്ന്. യെസ്, ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസം ഓർപ്പിച്ച പോലെ ഈറ്റുനോവ് അധികം നേരം നിൽക്കത്തില്ല. ഈറ്റുനോവെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പ്രസവ വേദന. അകത്ത് കിടക്കുന്നതിന് എങ്ങനെയെങ്കിലും പുറത്തെത്തിക്കുവാനുള്ള ആ ഒരു സമയത്തെയാണ് വേദനയെന്ന് പറയുന്നത്, ഈറ്റുനോവെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന് 10 വർഷം എടുക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം, അത് വേഗത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ജീവിച്ചായിക്ക. ഈ വർഷം നമ്മെ വിട്ട് കടന്നു പോകുന്നു. ഈ വർഷം നമ്മെ വിട്ട് കടന്നു പോകുകയാണ്. മണിക്കൂറുകൾ മാത്രം ശേഷിക്കുന്നു.
ഒരു പുതിയ വർഷത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ പുതിയ തീരുമാനത്തോടെ നാം പ്രവേശിക്കണം. ദൈവത്തിന് സ്തോത്രം. തീരുമാനമെടുത്താൽ മാത്രം പോരാ, അത് പ്രാവർത്തികമാക്കുവാൻ ഹല്ലേലൂയ നാം പരിശ്രമിക്കണം 100%. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവിക അനുഗ്രഹമാണോ നാം ആഗ്രഹിക്കുന്നത്? ദൈവിക പരിപാലനവും സംരക്ഷണവുമാണോ നാം താല്പര്യപ്പെടുന്നത്? നാം അത് ചെയ്യണം. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഇസ്രായേൽ അത് ഗ്രഹിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. വായിക്കാം നമുക്ക് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ബുക്ക് ഓഫ് ഐശയ്യ ചാപ്റ്റർ 55 വേഴ്സ് 3. ഇവിടെ വായിക്കുന്നത്, നിങ്ങൾ ചെവി ചായ്ച്ച് എൻ്റെ അടുക്കൽ വരുവിൻ, നിങ്ങൾക്ക് ജീവനുണ്ടാകേണ്ടതിന് കേട്ടുകൊള്ളുവിൻ. അപ്പോൾ എന്തിനാ ചെവി ചായ്ച്ച് വരുവാൻ പറയുന്നത്? ജീവനുണ്ടാകുവാനാ. അപ്പൊ ഇപ്പൊ ജീവനില്ലയോ? ഈ ജീവനല്ല വേണ്ടത്. ഈ ജീവനല്ല നമുക്ക് വേണ്ടത്. നിത്യജീവനാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതിനാ കർത്താവ് നമ്മെ വേർതിരിച്ചത്, അതിനാ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചത്, അതിനാ അവൻ ഇന്നുവരെയും പരിപാലിച്ച് നമ്മെ കൊണ്ട് നടക്കുന്നത്. നാം ചിന്തിക്കരുതേ നമ്മുടെ കഴിവാണെന്നോ. ഇല്ല, ഇല്ല. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നമ്മുടെ കഴിവ് എന്താ? ഒന്നുമില്ലെന്നേ, ഒന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ദിവസം എൻ്റെ നാട്ടിൽ അദ്ദേഹത്തിന് ഒരു മോനേ ഉള്ളൂ. അദ്ദേഹം ശുശ്രൂഷകനാണ്. കുടുംബമായിട്ട് വിസിറ്റിങ്ങിന് അവർ കടന്നുപോയി. ഭർത്താവും ഭാര്യയും കുഞ്ഞുമായി വിസിറ്റിംഗ് കഴിഞ്ഞ് വന്നപ്പോൾ വീട് തുറക്കുന്നില്ല. അപ്പം മാത്രമേ ഉള്ളൂ വീട്ടിൽ. അമ്മ ദുബായിലാണ്. മുട്ടിട്ടൊന്നും തുറക്കുന്നില്ല. ഒടുവിൽ വീട് തള്ളി തുറന്ന് ലോക്ക് തകർത്തകത്ത് കയറിയപ്പോൾ അപ്പനിങ്ങനെ ആരാംസെ കസേരയിൽ മരിച്ചിരിക്കുക. 58 വയസ്സേ ഉള്ളൂ. ഒരു രോഗം ഒരു ക്ഷീണവും ഒന്നും പറഞ്ഞിട്ടില്ല. അവർ പോകുമ്പോൾ അപ്പൻ ഇരുന്ന സ്ഥലത്ത് തന്നെ ഇരുന്ന് അപ്പം മരിച്ചിരിക്കുക. സ്തോത്രം. നമ്മുടെ ശ്രദ്ധയിൽ വന്ന കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഞാൻ പറഞ്ഞതോ, ഇങ്ങനെ എത്രയോ സംഭവങ്ങൾ പ്രായവ്യത്യാസമില്ലാതെ ഹല്ലേലൂയ ഹല്ലേലൂയ ആരോഗ്യമൊന്നും ഇന്ന് വിഷയം വരുന്നില്ല. ഹല്ലേലൂയ. നമുക്ക് തോന്നിയേക്കാം ഞാൻ ഇങ്ങനെ അങ്ങ് എക്സസൈസും ചെയ്താ ഇതുപോലെ ഡയറ്റും ചെയ്ത് പോയെന്നാ എനിക്കൊരു 90 വയസ്സ് വരെ പോകാവുന്നു. 9 ദിവസം വരെ ജീവിക്കാൻ പറ്റുന്ന ഒരു ഉറപ്പുമില്ലാത്തവരെ നാം. 9 മണിക്കൂർ കിട്ടണമെന്ന് നിർബന്ധമില്ല. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ലഭിക്കുന്ന ഓരോ മിനിറ്റും ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുക. സ്തോത്രം. വന്നെനിക്ക് ചെവി ചായ്പിൻ. അല്ലേ? എന്താ 3-ാം വാക്യം വായിച്ചതൊന്നുകൂടെ. നിങ്ങൾ ചെവി ചായ്ച്ച് എൻ്റെ അടുക്കൽ വരുവിൻ, നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് കേട്ടുകൊള്ളുവിൻ. ദാവീദിന്റെ നിശ്ചല കൃപകൾ എന്ന ഒരു ശാശ്വത നിയമം ഞാൻ നിങ്ങളോട് ചെയ്യും. ദാവീദിന്റെ നിശ്ചല കൃപകൾ എന്ന ഒരു ശാശ്വത നിയമം ഞാൻ നിങ്ങളോട്. സ്തോത്രം. ശാശ്വതമായൊരു നിയമം, അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാ. സ്തോത്രം. ദാവീദിന്റെ നിശ്ചല കൃപകൾ അതൊരിക്കലും മാറ്റമില്ലാത്തതാ. അവനെയാണ് എനിക്ക് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. സ്തോത്രം. വന്ന് കേൾപ്പിനിതോ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നമ്മെ ആർക്കും നമ്മെ സഹായിപ്പാൻ കഴിയത്തില്ലെന്നേ. ആർക്കും നമ്മെ സഹായിപ്പാൻ കഴിയത്തില്ല. അത് ഭാര്യ ആകട്ടെ, ഭർത്താവാകട്ടെ. സ്തോത്രം. മക്കളാകട്ടെ, മാതാപിതാക്കളാകട്ടെ. ഏറ്റവും 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 നല്ല സഹായകൻ നമ്മുടെ കർത്താവ് മാത്രമാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറഞ്ഞത് യഹോവ നല്ലവനെന്ന്. അത് ടേസ്റ്റ് ആൻഡ് സീ ദി ലോർഡ് ഈസ് ഗുഡ്. അനുഭവിച്ചറിയണം. യെസ്, എൻ്റെ മാതാവും എൻ്റെ പിതാവും ഹല്ലേലൂയ എൻ്റെ കുഞ്ഞുങ്ങളും എന്നോട് കൂടെ ഇല്ലാതിരിക്കെ എൻ്റെ കാതിൽ എന്നോട് വ്യക്തമായി സംസാരിക്കുന്ന ഒരു കർത്താവിനോട് കൂടെ ഉണ്ട്. ഒരു പരിശുദ്ധാത്മ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നുണ്ട്. സ്തോത്രം.
അവനേക്കാൾ അധികമായി ഒന്ന് സ്നേഹിക്കരുതെന്ന് കർത്താവ് പറഞ്ഞതോ അല്ല. നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റുമെങ്കിൽ, യെസ്, കർത്താവിനേക്കാൾ അധികമായിട്ട് എൻ്റെ ഭർത്താവ് എന്നെ കെയർ ചെയ്യുന്നുണ്ടോ, എൻ്റെ ഭാര്യ എന്നെ കെയർ ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുണ്ടെങ്കിൽ, അതിൻ്റെ രഹസ്യം എന്നോട് കൊണ്ടൊന്ന് പറയണേ. നമുക്കാർക്കും പറ്റത്തില്ല. എൻ്റെ പല്ലുവേദന എന്ന് പറയുമ്പോൾ ഒരു പെയിൻ കില്ലർ തരാൻ ഭാര്യയ്ക്ക് പറ്റിയേക്കും, ചിലപ്പോൾ ഭർത്താവിന് പറ്റിയേക്കും. പല്ലുവേദന മാറ്റാൻ പറ്റത്തില്ല. ആ ഞരമ്പിനെ ഒന്ന് മരവിപ്പിക്കുകയാ. പക്ഷേ ഹല്ലേലൂയ, വേദന മാറ്റാൻ കഴിവുള്ള നമ്മുടെ കർത്താവ് മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവനുമായിട്ടല്ലേ നമുക്ക് കാര്യമുണ്ടാകേണ്ടത്. ദൈവത്തിന് സ്തോത്രം. അവനല്ലേ നമ്മെ സഹായിക്കേണ്ടത് വാസ്തവത്തിൽ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, കഴിഞ്ഞ ഒരു വർഷത്തെ നമ്മുടെ ജീവിതത്തെ നാം ഒന്ന് പരിശോധിച്ച് നോക്കും. നമ്മുടെ കർത്താവുമായിട്ടുള്ള നമ്മുടെ ബന്ധം 2022 പോലെ ആയിരുന്നു 23-ൽ. അതോ ഞാൻ അകന്നോ? ഞാൻ അതേ ലെവൽ തന്നെ കാക്കുകയാണോ? അല്ല, ഞാൻ കുറച്ചുകൂടി അടുത്തോ? ഒന്ന് ചിന്തിക്കുവാനുള്ള സമയങ്ങൾ ഹല്ലേലൂയ നാം ശേഷിക്കുന്ന ഈ ചുരുങ്ങിയ മിനിറ്റുകൾ, മണിക്കൂറുകൾ കൊണ്ട് നാം അത് ചിന്തിക്കണം. ദൈവത്തിന് സ്തോത്രം. കർത്താവ് നമുക്ക് വേണ്ടി അധികം കാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദാനിയേലിന്റെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം വായിക്കാം. ബുക്ക് ഓഫ് ദാനിയേൽ ചാപ്റ്റർ 9 വേഴ്സ് 18. സ്തോത്രം. എന്താ വാക്യം വായിച്ചത്? എൻ്റെ ദൈവമേ ചെവി ചായ്ച്ച് കേൾക്കണമേ, കണ്ണ് തുറന്ന് ഞങ്ങളുടെ നാശങ്ങളെയും നിന്റെ നാമം വിളിച്ചിരിക്കുന്ന നഗരത്തെയും കടാക്ഷിക്കണമെന്ന് ദാനിയേലും ഹല്ലേലൂയ കൂട്ടുകാരും പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾക്ക് നിന്റെ കടാക്ഷം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താ കടാക്ഷത്തിൻ്റെ അർത്ഥം? നോട്ടം. ലോർഡ് ലുക്ക് അറ്റ് us. ഞങ്ങളെ ഒന്ന് നോക്കണമേ. കർത്താവ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സാഹചര്യങ്ങളെല്ലാം, അല്ലേ? കർത്താവിൻ്റെ നോട്ടം എന്ന് പറഞ്ഞാൽ ഒരു MRI സ്കാനാ. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ കൊള്ളാട്ടോ, ആ ഇട്ടിരിക്കുന്ന സാരി, ഉടുത്തിരിക്കുന്ന സാരി നല്ലതാ, അല്ലേ? ഇട്ടിരിക്കുന്ന ഷർട്ട് നല്ലതാ. നമുക്ക് അത്രേ പറ്റത്തുള്ളൂ. അതിനപ്പുറത്തേക്ക് ഒന്നും നമുക്കറിയില്ല. പക്ഷെ കർത്താവ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അകത്ത് എക്സ്റേ പതിയുന്നത് പോലെ, ഹല്ലേലൂയ, അത് CT സ്കാൻ ചെല്ലുന്നത് പോലെ ഇതിങ്ങനെ അകത്തേക്ക് കയറി പരിശോധിക്കും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതും ഈ ലോകത്തിൻ്റെതാണെങ്കിൽ വ്യക്തത കാണത്തില്ല. ഈ ലോകത്തിൻ്റെ പലതിനും വ്യക്തത കാണത്തില്ല. ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു അൾട്രാസൗണ്ട് എടുത്തു പോയി. കാരണം എൻ്റെ ഈ ഫാറ്റി ലിവർ ഇച്ചിരി പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുക. 3rd സ്റ്റേജ് കഴിഞ്ഞിട്ട് വർഷങ്ങളായി. ഈ കഴിഞ്ഞ ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിലെല്ലാം എന്നെ ഇത് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ നന്നായിട്ട് എനിക്ക് പെയിൻ ഉണ്ടായിരുന്നു. അപ്പം ഞാനോർത്ത്, കർത്താവേ, ഗ്രേഡ് പിന്നെയും കൂടി, ഇനി അത് ഗ്രേഡാണ് പോകണ്ടേ, 3 എന്നുള്ളത് അപകടമാണ്, ഇനിയും അങ്ങ് പോവുകയാണോ എന്നുള്ള ചിന്തയിൽ ഒരു അൾട്രാസൗണ്ട് എടുത്ത് നമ്മുടെ ജയാൻ്റെ അടുത്ത് ചെന്ന് അവിടുത്തെ ഡോക്ടർ ഒത്തിരി പ്രായമുള്ളൊരു മനുഷ്യനാണ്. ചെന്നപ്പോഴേ ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു കിഡ്നി ഇവിടെ കിടക്കുന്ന, തൊട്ടും കാണിച്ചു കൊടുത്തു. പുള്ളി കേട്ടുമില്ല കണ്ടുമില്ല, ഭാഗ്യത്തിന്. ഞാൻ ഓർത്ത്, ദൈവം ഇങ്ങനെ അങ്ങ് പരിശോധിച്ച് കഴിഞ്ഞാൽ എത്ര നേരം എടുക്കും. പുള്ളി എന്നെ എവിടെയെല്ലാം ഇട്ട് ഈ മെഷീൻ ഓടിക്കാമോ ഇട്ട് അങ്ങ് ക്രീം എൻ്റെ മുതുകത്ത് മൊത്തമായി. എൻ്റെ കുളത്തിൽ വീണ പരുവത്തിലായി മൊത്തം ശരീരം മുഴുവനും. ഞാനോർത്ത് എന്തോ ഇതിനു വേണ്ടി പരിശോധിക്കാനിരിക്കുന്നേ. അപ്പോൾ എന്നോട് വെച്ചാൽ പകലെ കभी अल्ट्रासाउंड हुआ है? मैंने बोला हाँ. मैंने बोला सर्जरी भी हो रखा है किडनी का स्टोन का. तो किडनी कहाँ? मैंने बोली इधर ये. പുള്ളി കഴിഞ്ഞ 15 മിനിറ്റായിട്ട് ഇത് തപ്പിക്കൊണ്ട് നടക്കുക. ഞാൻ ചെന്നപ്പോഴേ പറഞ്ഞു ഇത് ഇവിടെയാണെന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞു, छोटा है काफ़ी, कोई दिक्कत है? मैंने बोला कोई दिक्कत नहीं. ഞാൻ പറഞ്ഞതോ അത്രയും വലിയ മെഷീൻ ഉണ്ടായിട്ടും പുള്ളിക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല. വിദഗ്ധനായ ഡോക്ടറാണ്. ഞാൻ ചെന്നപ്പോഴേ പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞതിൻ്റെ സാരം ഇതാ ഇവിടുത്തെ മെഷീൻ, ഇതാ ഇവിടുത്തെ മനുഷ്യർ. പക്ഷെ നമ്മുടെ കർത്താവ് ഒന്ന് നോക്കിയാൽ, അതുകൊണ്ട് ദാവീദ് ദൈവത്തിൽ ആശ്രയിക്കുന്നത്, ദാനിയേൽ ദൈവത്തോട് പറഞ്ഞതോ നിന്റെ കടാക്ഷം എന്താ? ഒന്നുകൂടി വായിച്ചേട്ടാ വാക്യം.
നിന്റെ നാമം വിളിച്ചിരിക്കുന്ന ഈ നഗരത്തെയും കടാക്ഷിക്കണമേ. ദൈവമക്കളെ, ഇനിയുള്ള നാളുകൾ നമ്മുടെ പ്രാർത്ഥന അതായിരിക്കണം. ഞങ്ങളെ അനുഗ്രഹിച്ചത് ലോകം എങ്ങനെ പോയെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് അനുഗ്രഹം കിട്ടണമെന്നുള്ള ചിന്തയാണ് നമുക്കുള്ളതെങ്കിൽ നാം അത് അനുഭവിക്കത്തില്ല. സ്തോത്രം. കാര്യം അതുപോലെ വഷളായിക്കൊണ്ടിരിക്കുക. എന്നാൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട കാര്യങ്ങളാണ് ദാനിയേലിലൂടെ പറഞ്ഞു തരുന്നത്. ആ വാക്യം ഒരിക്കൽ കൂടെ തുടക്കം ഒരു വായിക്കാം. സ്തോത്രം. എന്റെ ദൈവമേ, ചെവി ചായ്ച്ച് കേൾക്കണമേ. കണ്ണ് തുറന്ന് ഞങ്ങളുടെ നഗരങ്ങളെയും കണ്ണ് തുറന്ന് എന്ത് ചെയ്യണം? നാശം. നാശം. നമ്മളതിൻ്റെ വക്കിലെത്തിയിരിക്കുക. നാശത്തിൻ്റെ വക്കിലെത്തിയിരിക്കുമ്പോഴും നമ്മുടെ പ്രാർത്ഥന എന്താ? കർത്താവേ, എന്നെ അനുഗ്രഹിക്കണമേ. ഈ അനുഗ്രഹം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? സാമ്പത്തികം തരണമെന്ന്. അതാണ് നമ്മുടെ എല്ലാവരുടെയും അനുഗ്രഹം. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ദിവസങ്ങളിൽ നമ്മുടെ പ്രാർത്ഥന ഒന്ന് മാറ്റി ഞങ്ങളുടെ നഗരത്തെ, ഈ ഡൽഹി പട്ടണത്തെ, ഞങ്ങളുടെ രാജ്യത്തെ ഒന്ന് കടാക്ഷിക്കണമേ കർത്താവേ. ഈ നിയമങ്ങൾ കൊണ്ടുവരുന്ന ഹല്ലേലൂയ നേതാക്കന്മാരോട് കർത്താവ് ഒന്ന് ഇടപെടുമാറാകണമേ. പീലാത്തോസിന്റെ ഭാര്യയ്ക്ക് സ്വപ്നത്തിൽ വെളിപ്പെട്ടതുപോലെ ഒന്ന് വെളിപ്പെടുമാറാകണമെന്ന് എത്ര പേര് പ്രാർത്ഥിക്കുവാൻ തയ്യാറാണ്? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കടാക്ഷിക്കണമേ. ദൈവത്തിന് സ്തോത്രം. സമയം മുൻപോട്ട് കടന്നു പോകുന്നല്ലോ. ദൈവത്തിന് സ്തോത്രം. ഈ വായിച്ച സങ്കീർത്തനത്തിൽ നിന്ന് എല്ലാ വാക്യങ്ങളും എടുത്ത് സംസാരിപ്പാൻ കൊണ്ടും ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. അവരുടെ ഓർപ്പിക്കുന്ന രണ്ടാമത്തെ വാക്യത്തിൽ സാമാന്യ ജനവും ശ്രേഷ്ഠ ജനവും ധനവാന്മാരും ദരിദ്രന്മാരും. അപ്പോൾ എല്ലാവരോടും കൂടെ പറയാം, നിങ്ങളെല്ലാവരും കേട്ടുകൊള്ളണം. ആരും ഇതിൽ നിന്ന് ഒഴിവുള്ളവരായിരിക്കരുത്. എനിക്ക് നിങ്ങളോട് ചില പ്രബോധനം പറയുവാനുണ്ട്. സ്തോത്രം. എൻ്റെ വായ് ജ്ഞാനം പ്രസ്താവിക്കുന്നു, എൻ്റെ ഹൃദയത്തിൽ ധ്യാനം വിവേകം തന്നെയായിരിക്കും. സ്തോത്രം. അതാ ദൈവമക്കൾ നമുക്കറിയേണ്ടത്. നമ്മുടെ ഹൃദയത്തിലെ ധ്യാനം എന്തായിരിക്കണം? വിവേകം തന്നെയായിരിക്കണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. വിവേകമില്ലാത്ത അനുഭവങ്ങൾ മോശകരമായ അനുഭവമായി മാറും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അതിനുവേണ്ടി നാം ദൈവത്തിന് പ്രാർത്ഥിക്കണം. കർത്താവ്, എനിക്ക് വിവേകം തരണമേ. ഒരിക്കൽ ഒരു ക്ലാസ്സിൽ ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ടീച്ചറിൻ്റെ തലയിൽ ഒരു വണ്ട് വന്നിരുന്നു. ടീച്ചർ അറിയുന്നില്ല. എന്നാൽ വണ്ട് ടീച്ചറെ കടിക്കും എന്നുള്ളതോ കണ്ട ഒരു കുട്ടി പതുക്കെ അവൻ്റെ കയ്യിലിരുന്ന സ്കെയിലുമായിട്ട് വന്നിട്ട് ഒരു ഒറ്റ അടി കൊടുത്തു. ഉദ്ദേശം നല്ലതായിരുന്നു. പക്ഷേ ടീച്ചറും ദേഷ്യം വന്ന് അടുത്തിട്ട് അടിച്ചു നേരെ പ്രിൻസിപ്പളിൻ്റെ റൂമിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞു, ഇവന് ഇപ്പം ടീച്ചർ കൊടുക്കണമെന്ന്. അവസാനം കൊച്ചിൻ്റെ കരച്ചിൽ കേട്ട് പ്രിൻസിപ്പൾ ചോദിച്ചു, എന്താ പറ്റി മോനെ? ടീച്ചറിൻ്റെ തലയിൽ വണ്ടിരുന്നു, ടീച്ചറിനെ കടിക്കാതിരിക്കാൻ ചെയ്തതാ. കുഞ്ഞിന് വിവേകമില്ലാതെ പോയി അല്ലേ? ദൈവത്തിന് സ്തോത്രം. എന്ന് പറഞ്ഞതുപോലെ പലപ്പോഴും നമ്മുടെ ആവേശം കൊണ്ട് നാം പലതും കാണിക്കുന്നതോ തെറ്റായ രീതികളായി മാറുകയാണ്. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ ഉദ്ദേശശുദ്ധി പലപ്പോഴും തിരിച്ചറിയാതെ പോകുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്താണ് അതുകൊണ്ടുണ്ടാകുന്ന കുഴപ്പം? ദൈവത്തിന് സ്തോത്രം. വായിക്കാൻ നമുക്കതിൻ്റെ അവസാനത്തെ വാക്യം, സങ്കീർത്തനത്തിൻ്റെ അവസാന വാക്യം. സ്തോത്രം. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനാ. മാനമുണ്ട്, പക്ഷെ എന്തില്ല? വിവേകമില്ല, തിരിച്ചറിവില്ല. എന്ത് ശരി എന്ത് തെറ്റ് എന്ന് തിരിച്ചറിയുവാൻ കഴിയുന്നില്ല. ദൈവമക്കളെ, അതിനുള്ള കൃപ നമ്മുടെ ദൈവത്തോട് നാം പ്രാർത്ഥിച്ച് പ്രാപിക്കണമെന്ന് പറയുന്നതോ. ആമേൻ. എങ്ങനെയാണ് ഒരു വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുക എന്നുള്ളതോ?
നമ്മളെല്ലാവരും ക്രിസ്ത്യ ജീവിതം നയിക്കുന്നവരാ. പക്ഷേ പലപ്പോഴും അത് പരാജയത്തിൻ്റെ ജീവിതമായി മാറാറുണ്ട്. പക്ഷെ അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്, വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം. ആമേൻ, ആമേൻ. അതിന് ദൈവസന്നിധിയിൽ നാം പ്രാർത്ഥിക്കണം. സ്തോത്രം. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനാ. എന്താ മൃഗത്തിൻ്റെ പ്രത്യേകത? എന്തുവാ മൃഗങ്ങളുടെ പ്രത്യേകത? എന്തുവാ? വിവേകമില്ല, വിവേകമില്ല. അവൻ ചെയ്യുന്നത് ശരിയോ തെറ്റോ എന്ന് തിരിച്ചറിയുവാൻ അവയ്ക്ക് കഴിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഒരുവനൊരു തെറ്റിലേക്ക് പോകുന്നെന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. സ്തോത്രം. ഒരിക്കൽ അധ്യാപകൻ ക്ലാസ്സിൽ ചോദിച്ചു, പരമൂന്ന് 20 ആടുണ്ട്, അതിൽ 2 എണ്ണം അടുത്ത വീട്ടിലെ കേശുവിൻ്റെ പറമ്പിലേക്ക് പോയി, ബാക്കി എത്ര ആട് ഉണ്ട്? അവൻ പറഞ്ഞു, പിന്നെ ബാക്കി ഒരുത്തൻ പറഞ്ഞു ഒന്നുമില്ല എന്ന്. ടീച്ചർ വ്യക്തമായിട്ട് പിന്നെയും പറഞ്ഞു, 2 എണ്ണേ പോയുള്ളൂ, ബാക്കി എത്ര ഉണ്ട്? അപ്പോൾ പല പിള്ളേരും കണക്ക് പറഞ്ഞു, ബാക്കി 18. അവൻ പറഞ്ഞു ബാക്കി ഒന്നുമില്ല. ചോദിച്ചപ്പോഴേ പറയുന്നത്, സാറിന് ആടിൻ്റെ എണ്ണയെ അറിയത്തുള്ളൂ, എനിക്കതിൻ്റെ സ്വഭാവം അറിയാമെന്ന്. ഒരെണ്ണം പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എല്ലാം പുറകെ പോകും, പിന്നെ ഒന്നും ശേഷിക്കത്തില്ലെന്ന്. അത് വിവേകമില്ലായ്മയാണ്, തിരിച്ചറിവില്ലായ്മയാണ്. ദൈവത്തിന് സ്തോത്രം. എന്നതുപോലെ ദൈവമക്കളെ, ഹല്ലേലൂയ, ചെയ്യുന്നത് തെറ്റാണെന്നുള്ള തിരിച്ചറിവ്, ഒരു വിവേകം നമുക്കുണ്ടാകണം. എങ്കിൽ മാത്രമേ വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നമുക്ക് നയിക്കുവാൻ സാധിക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പലപ്പോഴും ഓർപ്പിക്കാറുണ്ടല്ലോ, നാം ദൈവസന്നിധിയിൽ കർത്താവേ എൻ്റെ തെറ്റുകൾ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയുന്ന ആ തെറ്റുകൾ എല്ലാ ദിവസവും ഉണ്ടാകുന്ന തെറ്റുകളല്ലേ? പുതിയത് വല്ലതുമാണോ? അല്ല. ഇന്നലെ, അതിൻ്റെ മുൻപിലത്തെ ദിവസങ്ങളിൽ, മുൻപിലത്തെ ആഴ്ചയിൽ ഏത് തെറ്റ് ചെയ്തുകൊണ്ടിരുന്നുവോ അത് തന്നെയാണ് ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആമേൻ, ആമേൻ. ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണേ, ഈ ലോക മനുഷ്യർ ഈ തെറ്റുകൾ ആവർത്തിക്കുമ്പോൾ, ഒരുവൻ മദ്യപിച്ചു എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ പുകവലിച്ചു എന്നിരിക്കട്ടെ, അവൻ പാപിയായിട്ട് നാം മുദ്രകുത്തും, അല്ലേ? മദ്യപാനിയും പുകവലിക്കാരനെയും നാം എങ്ങനെ മുദ്രകുത്തും? പാപിയായിട്ട് മുദ്രകുത്തും. എന്നിട്ട് നമ്മുടെ വീട്ടിലെ ആരെങ്കിലും ആണെങ്കിലോ? ഇല്ല, ബലഹീനത. അതിനെന്ത് ചെയ്യും? ബലഹീനതയാക്കും. ഓമന പേരിട്ടേക്കോ, ബലഹീനത. ഓ, ബലഹീനത ഇല്ലാത്ത മനുഷ്യരാരാ? നശിപ്പിക്കുക അവനെ. പറയണം, നിന്റെ ഈ സ്വഭാവം ഞാൻ ഒരു ദിവസം ദൈവസഭയിൽ സാക്ഷ്യമായിട്ട് വിളിച്ചു പറയുമെന്ന്. നിങ്ങളെല്ലാവരും എൻ്റെ മകന് വേണ്ടി, എൻ്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവൾക്ക് ഇന്നൊരു കുഴപ്പമുണ്ടെന്ന്. ആരും പറഞ്ഞേക്കല്ലേ? ഞാൻ പറഞ്ഞതോ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. ഞാനും നീയും ദൈവ പൈതലാണെന്ന് അറിയാവുന്നവർ നമ്മെ കണ്ടാൽ ഒരു കാലത്തും രക്ഷിക്കപ്പെടത്തില്ല. നമ്മൾ അങ്ങനെ ഒരു തെറ്റ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർ ഒരു കാലത്തും രക്ഷപ്പെടില്ല. അവരുടെ രക്ഷയിലേക്കുള്ള കടന്നു വരവിന് തടസ്സം ഞാനും നിങ്ങളുമാണെന്ന് ഇന്ന് പകൽ മറന്നു പോകരുത്. ദൈവത്തിന് സ്തോത്രം. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനാണ്. ദൈവത്തിന് സ്തോത്രം. ആ ഭാഗം തന്നെയാണ് 12ാം വാക്യത്തിലും വായിക്കുന്നത്. ഒന്നുകൂടി വായിച്ചട്ടെ, ഈ സങ്കീർത്തനത്തിന്റെ 12ാമത്തെ വാക്യം. എന്നാൽ മനുഷ്യൻ ബഹുമാനത്തിൽ നിലനിൽക്കുന്നില്ല, അവൻ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യൻ. ഒരു മനുഷ്യനും ബഹുമാനത്തിൽ നിലനിൽക്കുന്നില്ല. എല്ലാവരും നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യരാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ അങ്ങനെ വിവേകമില്ലാത്ത മനുഷ്യൻ്റെ പ്രകൃതത്തെക്കുറിച്ച് ഹല്ലേലൂയ ഇവിടെ വായിക്കുന്നുണ്ട്. നമുക്ക് 13 മുതലുള്ള വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അവർ തങ്ങളുടെ നിലത്തിനോ അവരുടെ പേരിടുന്നു, അത് അവരുടെ അനന്തരവർക്ക് ഇഷ്ടമായിട്ട് തോന്നുന്നു. നിനക്കറിയാമോ ഞാൻ ഏത് കുടുംബത്തിലെയാണെന്ന്? ഒരു ചോദ്യമൊക്കെ അങ്ങ് ചോദിക്കുക, കോളറൊക്കെ വലിച്ചു നിർത്തിക്കൊണ്ട്. സ്തോത്രം, അല്ലേ? ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണെങ്കിലും ചില പത്രപരസ്യത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടോ,
ആപ്പുപ്പാപ്പു കുടുംബത്തിൽ, പൂക്കാക്കു കുടുംബത്തിൽ നിന്ന് രക്ഷയിലേക്ക് വന്ന യുവാവിന് വിവാഹാലോചന ക്ഷണിക്കുന്നു. പൂക്കാക്കു കുടുംബം. അത് കഴിയുമ്പോൾ അടുത്ത പരസ്യത്തിൽ വരുന്നു ആ പൂക്കാക്കു കുടുംബത്തിൽ. പൂക്കാക്കു കുടുംബം എന്ന് പറഞ്ഞാൽ പുരാതന കത്തോലിക്ക കുടുംബം. അതിൻ്റെ ഷോർട്ട് ഫോമാണ് പൂക്കാക്കു കുടുംബം. അപ്പം അതിനെ തോപ്പിച്ചുകൊണ്ട് അടുത്ത ആളിടും ആ പൂക്കാക്കു കുടുംബം, അതിപുരാതന കത്തോലിക്ക കുടുംബം. അപ്പോൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല, ഒരു പ്രയോജനമില്ലെന്ന വചനം പറയുന്നത്. അങ്ങനെ പറഞ്ഞ ഒരുവനെ നമുക്ക് ദൈവവചനത്തിൽ കാണുവാൻ കഴിയുന്നുണ്ടോ? വായിക്കാൻ നമുക്ക് എസ്തേറിന്റെ പുസ്തകം അതിൻ്റെ 5-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. ബുക്ക് ഓഫ് എസ്തേർ ചാപ്റ്റർ 5 വേഴ്സ് 11. ഇവിടെ വായിക്കുന്നത് ഹാമാൻ അവരോട് തന്റെ ധനമാഹാത്മ്യവും പുത്രബഹുത്വവും രാജാവ് തനിക്ക് നൽകിയ ഉന്നത പദവിയും പ്രഭുക്കന്മാർക്കും രാജഭൃത്യന്മാർക്കും മേലായി തന്നെ ഉയർത്തിയിരിക്കുന്നതും വിവരിച്ചു പറഞ്ഞു. സ്തോത്രം, സ്തോത്രം. ഇവനിവിടെ എന്തൊക്കെയോ വലിയ സംഭവമാണെന്നാ പറയുന്നത്. നിനക്കറിയാമോ ഞാൻ ആരാണെന്ന്? ഞാൻ ഏത് കുടുംബത്തിലേതാണെന്ന് അറിയാമോ? പണ്ട് എന്നൊക്കെ പറഞ്ഞ പലതും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്താ സംഭവിച്ചതോ? ഹാമാന്റെ ജീവിതത്തിൽ സംഭവിച്ചതിനെ കുറിച്ച് നമുക്കത് വായിക്കാം. അതിൻ്റെ 7-ാം അധ്യായം 10-ാമത്തെ വാക്യം. അവർ ഹാമാനെ, ഞാൻ വലിയ കുടുംബത്തിലേതാ, എനിക്ക് പുത്രബഹുത്വമുണ്ട്, എനിക്ക് പദവികളുണ്ട്, എനിക്ക് സ്ഥാനമുണ്ട്, എനിക്ക് മാനമുണ്ട് എന്നൊക്കെ പറഞ്ഞവനെ അവൻ മൊർദെഖായിക്ക് വേണ്ടി ഉണ്ടാക്കിയ കഴുകുമരത്തിന്മേൽ തന്നെ തൂക്കിക്കളഞ്ഞു. മാനത്തോടിരുന്ന മനുഷ്യനാ, സകല ബഹുമതികളോടും കൂടെ അവൻ ജീവിച്ചവനാ. ഇവന് വലിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ ഇവൻ ഒരു സമൂഹത്തിനെതിരെ തല ഉയർത്തുവാൻ തുടങ്ങി. കർത്താവിൻ്റെ സമൂഹമായ, കർത്താവിൻ്റെ ജനമായ യഹൂദ അല്ലെങ്കിൽ ഇസ്രായേലിനെതിരെ അവൻ തല ഉയർത്തുവാൻ തുടങ്ങി. സ്തോത്രം. നാം ഒരു കാര്യം മറന്നു പോകരുത്. ഇവൻ തീരുമാനങ്ങൾ എടുത്ത സമയങ്ങളിൽ, ചിന്തിച്ചു തുടങ്ങിയ സമയങ്ങളിൽ രാജാവിൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു, അല്ലേ? രാജാവ് ദിനവൃത്താന്ത പുസ്തകങ്ങൾ ഇങ്ങനെ പരിശോധിച്ചു കൊണ്ടിരുന്നു. ദൈവത്തിന് സ്തോത്രം. ആ സാഹചര്യത്തിൽ സംഭവിക്കുന്നത്, രാജാവ് ദിനവൃത്താന്ത പുസ്തകം പരിശോധിച്ചു കൊണ്ടിരിക്കുന്ന മാത്രയിൽ അവൻ ഹല്ലേലൂയ കാര്യങ്ങൾ അന്വേഷിച്ചു. പുസ്തകം പരിശോധിച്ചപ്പോൾ മനസ്സിലായത് രണ്ടുപേരെ തന്നെ കൊല്ലുവാൻ ഒരിക്കൽ ശ്രമിച്ചു. അന്ന് ഈ വിവരം രഹസ്യമായി മൊർദെഖായി അറിഞ്ഞിട്ട് ആര് വിവരം അറിയിച്ചു? രാജാവിനെ ധരിപ്പിക്കുകയും അന്വേഷണത്തിൽ കാര്യം ശരിയെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഉടനെ അവൻ ചോദിക്കുകയാണ്, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, അങ്ങനെ എന്നെ സഹായിച്ച, എന്നെ രക്ഷിച്ച ആ വ്യക്തിക്ക് എന്ത് ബഹുമാനമാണ് കൊടുത്തത്? ഒന്നും കൊടുത്തില്ല എന്നും കണ്ടു. അപ്പോഴാ രാജാവ് വിളിക്കുന്നതോ അവിടെ ആരാണെന്ന്. ഇതെപ്പോഴാണ് സംഭവിക്കുന്നത്? രാത്രിയിലല്ല അവൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടെ. അപ്പോഴവൻ ദിനവൃത്താന്ത പുസ്തകം പരിശോധിച്ചതോ അപ്പോഴും വിളി കേൾക്കുന്നത് ആരാ? ഹാമാനാ. ഒരു കാര്യം ഓർക്കണേ, ഇസ്രായേലിൻ്റെ പരിപാലകൻ മാത്രമല്ല ഉറങ്ങാതെ മയങ്ങാതെ ഇരിക്കുന്നേ. ആരും കൂടി ഇരിക്കുന്നുണ്ട്? നമ്മുടെ പ്രതിയോഗിയായ പിശാച്, എൻ്റെ നിങ്ങളുടെ ശത്രു.
ഊണിലും ഉറക്കത്തിലും നമ്മുടെ പുറകിലുണ്ട് എന്ന് ഇന്ന് പകൽ മറന്നു പോകരുത്. സ്തോത്രം. ഹല്ലേലൂയ. അരുളി ചെയ്താലും എന്ന് അവൻ പറഞ്ഞു. അപ്പോഴാ പറയുന്നത്, രാജാവ് ബഹുമാനിക്കുവാൻ ഇച്ഛിക്കുന്ന പുരുഷന് എന്തൊക്കെ കൊടുക്കണമെന്ന് നീ അങ്ങ് പറയാൻ പറഞ്ഞു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ, ശത്രു നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ ഉണ്ട്, നമ്മുടെ ബെഡ്റൂമിനകത്തുണ്ട്. ഞാനും നിങ്ങളും ഇരിക്കുന്ന കസേരയിൽ, ഞാനും നിങ്ങളും കിടക്കുന്ന കിടക്കയ്ക്കരികിൽ അവൻ, ഹല്ലേലൂയ, ഒരവസരം കാത്തു നിൽക്കുകയാണ്. സ്തോത്രം. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഉടനെ വിളിച്ചു പറഞ്ഞു, രാജാവ് ബഹുമാനിക്കുവാൻ ഇച്ഛിക്കുന്ന പുരുഷന് എന്തൊക്കെ കൊടുക്കണമെന്ന് നീ തന്നെ അങ്ങ് നിശ്ചയിക്കുവാൻ പറഞ്ഞു. അവനാണെന്നുള്ള പ്രതീക്ഷയിൽ അവൻ കാര്യങ്ങൾ ചെയ്തു. സ്തോത്രം. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞപ്പോഴാ, ഹല്ലേലൂയ, നമ്മുടെ വായിച്ച 7-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യത്തിൽ വായിച്ചത്, ഹല്ലേലൂയ, മൊർദെഖായിക്ക് വേണ്ടി ഉണ്ടാക്കിയ കടുമരത്തിൽ അവനെ തന്നെ എന്ത് ചെയ്തു? തൂക്കിക്കളഞ്ഞു. അങ്ങനെ രാജാവിൻ്റെ ക്രോധം ശമിച്ചു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ വിവേകത്തോടെ, ഹല്ലേലൂയ, ദൈവം തന്നിരിക്കുന്ന ആയുസ്സാണ്, ദൈവം തന്ന ആരോഗ്യമാണ്, ദൈവം തന്ന വിദ്യാഭ്യാസമാണ്, ദൈവം തന്ന സമ്പത്താണ്, ദൈവം തന്ന കഴിവുകളാണ്. അത് ദൈവനാമ മഹത്വത്തിന് വേണ്ടി ജീവിക്കുവാൻ നീ നിന്നെ സമർപ്പിച്ചാൽ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന് പ്രസാദകരമായി തീരുവാനിടയായിത്തീരും. ഇല്ല എങ്കിൽ, ഹല്ലേലൂയ, നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യരായി ഞാൻ നിങ്ങൾ മാറും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോബിന്റെ പുസ്തകം 4-ാം അധ്യായം 21-ാം വാക്യം വായിക്കാം. ബുക്ക് ഓഫ് ജോബ് ചാപ്റ്റർ 4 വേഴ്സ് 21. യോബ് 4:21. അവരുടെ കൂടാരക്കയർ അറ്റുപോയിട്ട് അവർ ജ്ഞാനഹീനരായി മരിക്കുന്നില്ലയോ? സ്തോത്രം. സോറി, 19-ാമത്തെ വാക്യം. പൊടിയിൽ നിന്ന് ഉത്ഭവിച്ചു, മൺപുരകളിൽ പാർത്തു, പുഴുപോലെ ചതഞ്ഞു പോകുന്നവരിൽ എത്രയധികം. സ്തോത്രം. വായിക്കുന്നത് എന്താണ്? പൊടിയിൽ നിന്ന് ഉത്ഭവിച്ചു. മനുഷ്യന്റെ നിസാരത്വം വെളിപ്പെടുത്തുകയാണ്. പൊടിയിൽ നിന്നാണ് നമ്മുടെ ഉത്ഭവം. അടുത്തത്, മൺപുരകളിലാണ് പാർക്കുന്നത്. ഭവനത്തിന് എത്ര കോടി വിലയുണ്ടെന്ന് പറഞ്ഞാലും, അതിനകത്ത് എത്ര ഭംഗിയുണ്ടെന്ന് പറഞ്ഞാലും, അതെന്തുകൊണ്ടുള്ളതാ? മണ്ണ് കൊണ്ടുള്ളതാ. അടുത്തത്, അതിനകത്ത് നീ പാർത്താലും പുഴു പോലെ ചതഞ്ഞു പോകുന്നതിൽ എത്രയധികം. ഇന്നലത്തെ വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. കർണാടകയിൽ ഒരു ഭവനത്തിൽ 5 പേര് 2019 അവരെ അവസാനമായിട്ട് കണ്ടത് എന്ന് പറഞ്ഞാൽ കോവിഡിൻ്റെ സമയത്തിന് മുൻപേ. കോവിഡ് പിടിച്ച് ചത്തതാണോ, ആരെങ്കിലും കൊന്നതാണോ, ഒരു നിശ്ചയമില്ല. 5 പേർ ആ ഭവനത്തിൽ കിടന്ന് അസ്ഥിക്കൂടങ്ങൾ മാത്രം. വാതില് തകർന്നു കിടക്കുന്നത് കണ്ടിട്ട് അയൽവാസികൾ പോലീസിനെ വിവരം അറിയിച്ച് അവർ വന്ന് നോക്കിയപ്പോൾ 5 അസ്ഥിക്കൂടങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്. ഈ 5 വർഷം കൊണ്ട്, അല്ലെങ്കിൽ 4 വർഷം കൊണ്ട് ബന്ധുക്കളുമായിട്ടോ സ്നേഹിതരുമായിട്ടോ പരിസരവാസികളുമായിട്ടോ യാതൊരു ബന്ധവും ഇല്ലാതിരുന്ന ഒരു കുടുംബം. ആരും അന്വേഷിച്ചു വന്നില്ല. നമ്മൾക്കാണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഡ്യൂട്ടിയിൽ നിന്ന് വരേണ്ട സമയം കഴിഞ്ഞാൽ, സ്കൂളിൽ നിന്ന് വരേണ്ടുന്ന സമയം കഴിഞ്ഞാൽ നമ്മൾ പരിഭ്രാന്തര വന്നോ 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 വന്നോ. ഇത് യാതൊരു ബന്ധവും ഇല്ലാതെ. സ്തോത്രം. വിവേകമില്ലായ്മയാണ്. സ്തോത്രം. ഇതെല്ലാം വിവേകമില്ലായ്മയുടെ കുഴപ്പമാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. മനുഷ്യരുമായിട്ടുള്ള സഹവാസത്തിൻ്റെ ബുദ്ധിമുട്ട്. അയ്യോ, അവർ ജാതികളാണ്, അതുകൊണ്ട് മിണ്ടാൻ പാടില്ല, നോക്കാൻ പാടില്ല, പോകാൻ പാടില്ല. ദൈവത്തിന് സ്തോത്രം. ഇല്ല, വചനം പറയുന്നത് ദേശത്ത് പാർത്ത് നാം വിശ്വസ്തരായിരിക്കണമെന്നേ ഉള്ളൂ. ദേശത്ത് നമ്മുടെ ദൈവത്തിൻ്റെ നാമം ഉയർത്തണം. നമ്മുടെ പരിസരവാസികളെ നാം അറിയണം, അവർ നമ്മെ അറിയണം. ആമേൻ. പ്രൈസ് ദി ലോർഡ്.
ദൈവത്തിന് സ്തോത്രം. എന്തെന്നാ വാക്യം വായിച്ചത്? പൊടിയിൽ നിന്ന് ഉത്ഭവിച്ച് മൺപുരകളിൽ പാർത്ത്. അപ്പൊ നമ്മുടെ മസിൽ ഒന്നും എന്ത് ചെയ്യത്തില്ല, വർക്കൗട്ട് ആകത്തില്ലെന്നേ. സ്തോത്രം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ബുദ്ധിയൊന്നും ആ സമയത്ത് വർക്ക് ചെയ്യത്തില്ല. ദൈവമക്കളെ, ഏറ്റവും ബെസ്റ്റ് മറിയ ദൈവസനിൽ താഴ്ചതുപോലെ, ഇതാ ഞാൻ നിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എന്നിൽ ഭവിക്കട്ടെ. ഇതായിരിക്കണം നമ്മുടെ ഒരു ദിവസത്തെയും സമർപ്പണം. സ്തോത്രം. ആമേൻ. कोई फ्रेंड्स हमें मदद नहीं करेगा, वो हमारे साथ नहीं आएगा, हालेलुया, उनसे कोई मतलब भी नहीं होगा. हम जब परेशानी में, हालेलुया, रुकावट में, समस्या में जब हम गुजर जाएगा, तभी ये लोग हमें मदद नहीं करेगा. याद रखना, तभी भी यदि प्रभु परमेश्वर के साथ हमारा संबंध अच्छा है, तो हमारा रिलेशन अच्छा है, तो परमेश्वर हमें साथ देगा. प्रेज द लॉर्ड, प्रेज द लॉर्ड. അതുകൊണ്ട് വചനം പറയുന്നത്, എന്നോട് അടുത്ത് വരുവിൻ, എന്നാൽ ഞാനും നിങ്ങളോട് അടുത്ത് വരാം. എത്രത്തോളം നാം അകന്നു മാറുന്നുവോ അത്രത്തോളം കർത്താവ് നമ്മിൽ നിന്ന് അകന്നു പോകുകയാണ്. സ്തോത്രം. 2023 നമ്മുടെ ബന്ധം എങ്ങനെയായിരുന്നു ദൈവവുമായിട്ട്? സ്തോത്രം. ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഒരു വാക്യം കൂടി നമുക്ക് വായിക്കാം. അതിൻ്റെ ഹല്ലേലൂയ സഭാപ്രസംഗിയുടെ പുസ്തകം 3-ാം അധ്യായം 18-19 വാക്യങ്ങൾ. Book of Ecclesiastes chapter 3 verse 18 and 19. Stop. എന്താ നമ്മുടെ വായിച്ചത്? പിന്നെയും ഞാൻ മനസ്സിൽ വിചാരിച്ചത്, ഇതൊരു മനുഷ്യർ നിമിത്തമത്രേ. ദൈവം അവരെ ശോധന കഴിക്കേണ്ടതിനും തങ്ങൾ മൃഗങ്ങൾ മാത്രമെന്ന് അവർ കാണേണ്ടതിന് തന്നെ മനുഷ്യർക്ക് ഭവിക്കുന്നത് മൃഗങ്ങൾക്കും ഭവിക്കുന്നു. രണ്ടിനും ഗതി ഒന്ന് തന്നെ. അത് മരിക്കുന്നത് പോലെ അവനും മരിക്കുന്നു. രണ്ടിനും ശ്വാസം ഒന്നത്രേ. മനുഷ്യന് മൃഗത്തെക്കാൾ വിശേഷതയില്ല, സകലവും മായല്ലോ. ശലോമോന്റെ വാക്കുകളാ. ഇതാരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? വിവേകമില്ലാത്ത മനുഷ്യനെ കുറിച്ച്. ആമേൻ, ആമേൻ. എന്നാൽ വിവേകമുള്ളവനെ കുറിച്ച് കർത്താവ് പറയുന്ന കാര്യമുണ്ടോ? തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയത്. സ്തോത്രം. ഹല്ലേലൂയ. ലാസർ മരിച്ചു എന്ന് കേട്ടപ്പോൾ, ഹല്ലേലൂയ, യേശു 3 ദിവസത്തിന് ശേഷമായിട്ടോ ശിഷ്യന്മാരോട് പറഞ്ഞു, നമ്മുടെ സ്നേഹിതനായ ലാസറിനെ ഉയർപ്പിക്കേണ്ടതിനല്ല, മറിച്ച് ഉണർത്തേണ്ടതിന്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ നിലകളിൽ ഹല്ലേലൂയ നമുക്ക് പദവികളെ തന്നുകൊണ്ടിരിക്കുന്ന നല്ലൊരു ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്ന് ഇന്ന് പകൽ മറന്നു പോകരുത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവത്തിന് സ്തോത്രം. ഈ പകലിൽ നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നാം ആരാണെന്ന് തിരിച്ചറിയണം. നമ്മുടെ വിവേകഹീനത കുഞ്ഞുങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ നിസ്സാരരാണ്. വളരെ വ്യക്തമായി വചനം പറയുന്ന ഏത് മനുഷ്യനും നിവർന്നു നിന്നാലൊരു ശ്വാസമാണ്. ദൈവത്തിന് സ്തോത്രം. കുഴഞ്ഞു വീണ് മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം നാം ഇത് ദിനങ്ങളിൽ കാണുന്നു. സ്തോത്രം. അതിന് പ്രായം പറയുന്നില്ല, അതിന് പദവി പറയുന്നില്ല, അതിന് കുടുംബശ്രേഷ്ഠത പറയുന്നില്ല, വിദ്യാഭ്യാസ യോഗ്യതയില്ല. ദൈവത്തിന് സ്തോത്രം. തീരുകയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് സ്തോത്രം. ദൈവം തന്നിരിക്കുന്ന ആ വിവേകം, ആ കഴിവ് ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഉപയോഗിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതിനവൻ പറഞ്ഞതാ, വാ, വന്ന് ചെവിത, വന്ന് ചെവിത. വിവേകഹീനരായി ജീവിക്കല്ലേ. ലോകം അങ്ങനെ ചെയ്യട്ടെ. കാരണം
ഒരു നരകമുണ്ടോ? അതിലേക്ക് വീഴുവാൻ ആളെ ആവശ്യമുണ്ടോ? പക്ഷെ അത് ഞാനും നിങ്ങളും ആകരുതോ? അത് ഞാനും നിങ്ങളും ആകരുതോ? നമ്മുടെ കൂട്ടുകാരോട് സ്ട്രിക്റ്റ്ലി നമ്മൾ ചെയ്യണം. ഇതിനാണെങ്കിൽ എന്നെ ഇനി വിളിച്ചേക്കരുതോ, ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന് നിങ്ങളുടെ കൂടെ ഇല്ല. കാരണം എന്നിൽ വിലപ്പെട്ടൊരാത്മാവുണ്ട്, അതിൻ്റെ ദൈവത്തിൻ്റെതാണ്. അത് ദൈവം ഹല്ലേലൂയ തിരികെ ചോദിക്കുമ്പോൾ അതുപോലെ വിശുദ്ധിയോടെ എനിക്ക് തിരികെ കൊടുക്കേണ്ടതാ. നമ്മുടെ ഒരു കുഴപ്പം, നാം എല്ലാം തീരുമാനമെടുക്കും, നാഴികയ്ക്ക് 40 വട്ടം തീരുമാനമെടുക്കും. പക്ഷേ കൂട്ടുകാരെ കാണുമ്പോൾ ഇതെല്ലാം മറന്നു പോകും, അവരെ പ്രസാദിപ്പിക്കുവാനിരിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദിവസങ്ങളിൽ കർത്താവ് നമ്മെ വിളിക്കുന്നു. ചെവിത ഉപദേശിച്ചു തരാം, പോകേണ്ടുന്ന വഴി കാണിച്ചു തരാം, നീ ചെല്ലേണ്ടുന്ന പട്ടണത്തിൽ എത്തേണ്ടതിനോ ചൊവ്വയുള്ള വഴി ഞാൻ കാണിച്ചു തരാം. ആ വാക്കുകളിൽ മുന്നേറുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെല്ലാവരും സഹായിക്കട്ടെ. ദുഷ്ടന്മാരെ കാണരുതോ, അവരെ നിശ്ചയമായി ഞാൻ വഴുവഴുപ്പിൽ നിർത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. ഈ വചനം പോലെ ഈ ദിവസങ്ങളിൽ നാം വഴുവഴുപ്പിലല്ല. ഹല്ലേലൂയ. പൗലോസ് പറയുന്നു, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്നോ? യെസ്, ഐ ഹാവ് എ കോൺഫിഡൻസ്. എനിക്കറിയാം അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ കാപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ആ ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് ആശ്രയിച്ചുകൊണ്ട് ക്രിസ്ത്യ ജീവിതം വിജയകരമായി പൂർത്തീകരിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. കുഞ്ഞുങ്ങളെല്ലാം എഴുന്നേറ്റ് നിന്നാട്ടെ. സ്തോത്രം. यीशु मसीह तेरे जैसा है कोई नहीं, तेरे चरणों में झुके आसमान और महिमा गाए सभी। यीशु मसीह तेरे जैसा है कोई नहीं, तेरे चरणों में झुके आसमान और महिमा गाए सभी। हम गाए हो सना, तू राजाओं का है राजा, तेरी महिमा होवे सदा। तू है प्रभु हमारा खुदा, हम गाए हो सना, तू राजाओं का है राजा, तेरी महिमा होवे सदा। तू है प्रभु हमारा खुदा, तू है प्रभु हमारा खुदा। എല്ലാ കുഞ്ഞുങ്ങളും കരങ്ങളെ ഉയർത്തി 3 ഹല്ലേലൂയ ജോർസെ പറഞ്ഞാട്ടെ. ജോർസെ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വൈകിട്ട് കുഞ്ഞുങ്ങൾക്ക് സാക്ഷി പറയുവാനുള്ള അവസരമുള്ളതുകൊണ്ട് ഇപ്പോൾ ഹല്ലേലൂയ കുഞ്ഞുങ്ങൾ ഹല്ലേലൂയ പറഞ്ഞിരിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആരോഗ്യത്തോടെ ബലത്തോടെ ദൈവകൃപയോടെ കർത്താവ് പരിപാലിച്ച ഹല്ലേലൂയ നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ പ്രകൃതിയുടെ ആയിരിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ഹല്ലേലൂയ എല്ലാ പകർച്ചവ്യാധികളിൽ നിന്നും സ്വർഗത്തിൽ ദൈവം സൂക്ഷിക്കേണ്ടതിനായി ഹല്ലേലൂയ പിന്നെയും നമുക്ക് ദൈവത്തിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ബ്രദർ ജോം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. Praise the Lord. Hallelujah, hallelujah. സ്തോത്രം. സ്വർഗ്ഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഇത്രത്തോളം നീ ഞങ്ങളെ അനുഗ്രഹിച്ചനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. പ്രതിയാൽ കുഞ്ഞുങ്ങളുമായിട്ട് ഞങ്ങളുടെ പാതപിടത്തിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്ന കർത്താവേ സ്തോത്രം. കഴിഞ്ഞൊരു വർഷക്കാലം നീ കർത്താവേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഭദ്രമായി പരിപാലിച്ചു കർത്താവേ. അവരുടെ പോക്കിലെ ഹല്ലേലൂയ സ്തോത്രം വരവിലെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അവരുടെ പഠന കാര്യങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ കൃപയും സാന്നിധ്യം ഉണ്ടായിരുന്നു. രോഗങ്ങൾ, ദുഃഖങ്ങൾ, പകർച്ചവ്യാധിയുടെ ഒക്കെ നടുവിൽ നിന്ന് സ്വർഗം അത്ഭുതകരമായി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നീ അവിടുന്ന് കാത്തു പരിപാലിച്ചനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു,
സ്തുതിക്കുന്ന കർത്താവേ. ഇന്ന് പകൽക്കാലം സന്തോഷത്തോടെ കുഞ്ഞുങ്ങളുമായിട്ട് ഒരു പ്രാവശ്യം കൂടെ നിന്റെ സന്നിധിയിലായിരിക്കാൻ നീ ഞങ്ങൾക്ക് കർത്താവ് ഇടയാക്കിന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവരുടെ പഠന കാര്യങ്ങൾ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കുമാറാകണം. ദൈവത്തിനും മനുഷ്യർക്കും കൊള്ളാവുന്ന പൈതങ്ങളായി അവർ വളർന്നു വരുവാൻ ഇടയാക്കുമാറാകണം. ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. പിന്മാറ്റത്തിലുള്ള തലമുറകൾ ഈ ദിവസങ്ങളിൽ സ്വർഗം ആലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുമാറാകണം. ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ദേശത്തിനും ഹല്ലേലൂയ സഭയ്ക്കും കുടുംബങ്ങൾക്ക് അവർ അനുഗ്രഹപാത്രമായി തീരട്ടെ. ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. സ്തോത്രം. ഹല്ലേലൂയ. രോഗങ്ങളും ദുഃഖങ്ങളും എല്ലാം പൈതങ്ങളെ വിടുവിച്ചാട്ട് മാതാപിതാക്കന്മാരെല്ലാം അനുഗ്രഹിക്കുമാറാകണം. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ കർത്താവേ സകലരെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് വരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവരോട് പൊതിയുമാറാകണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി നാഥൻ നൽകിടും. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി നാഥൻ നൽകിടും. ഓ പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലഭൻ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലഭൻ. വിടുതലെന്നും പ്രാപിക്കാം, വിടുതലെന്നും പ്രാപിക്കാം. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി നാഥൻ നൽകിടും. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി നാഥൻ നൽകിടും. ഓ പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലഭൻ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലഭൻ. വിടുതലെന്നും പ്രാപിക്കാം, വിടുതലെന്നും പ്രാപിക്കാം. ഓ യാചിപ്പീനെന്നാൽ ലഭിക്കൂ, അന്വേഷിപ്പീൻ കണ്ടെത്തൂ. യാചിപ്പീനെന്നാൽ ലഭിക്കൂ, അന്വേഷിപ്പീൻ കണ്ടെത്തൂ. മുട്ടുവീൻ തുറക്കും സ്വർഗത്തിൻ കലവറ, പ്രാപിക്കാം എത്രയോ നന്മകൾ. മുട്ടുവീൻ തുറക്കും സ്വർഗത്തിൻ കലവറ, പ്രാപിക്കാം എത്രയോ നന്മകൾ. ഓ പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലഭൻ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലഭൻ. വിടുതലെന്നും പ്രാപിക്കാം, വിടുതലെന്നും പ്രാപിക്കാം. ഓ മടുത്തു പോകാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. മടുത്തു പോകാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന, ഫലിക്കൂ രോഗിക്കു സൗഖ്യമാണ്. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന, ഫലിക്കൂ രോഗിക്കു സൗഖ്യമാണ്. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലഭൻ. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലഭൻ. വിടുതലെന്നും പ്രാപിക്കാം, വിടുതലെന്നും പ്രാപിക്കാം. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലഭൻ. പ്രാർത്ഥിക്കാം, ആത്മാവിൽ
കർത്തരെ നല്ലവൻ അവൻ വല്ലഭൻ വിടുതലെന്നും പ്രാപിക്കാം വിടുതലെന്നും പ്രാപിക്കാം വിടുതലെന്നും പ്രാപിക്കാം വിടുതലെന്നും പ്രാപിക്കാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസവും കാവലും നമ്മോട് നാം പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളുടെ മേലും പ്രാർത്ഥിപ്പാൻ കിടപ്പെട്ട സകല വിഷയങ്ങളോടും ഭൂലോകവും പാടുള്ള സകല വിശുദ്ധന്മാരോടും കടന്നു പോകുന്ന ജനത്തോടും വൈകിട്ട് നടക്കുന്ന വാച്ച് നൈറ്റ് സർവീസിനോടും ഇന്നും എന്നേക്കും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിരിക്കുമാറാകട്ടെ. ക്രിസ്തയേശു മുഖാന്തരം ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. ആമേൻ ആമേൻ ആമേൻ.